നമസ്കാരം. ഫ്ലവേഴ്സ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ കാര്യക്കാരെ വിളിക്കാം. ലെറ്റ്സ് വെൽക്കം നസീർക്ക, പക്രു ചേട്ടാൻ, ബിജുകുട്ടി ചേട്ടാ. നമസ്കാരം. നമസ്കാരം. ആദ്യത്തെ സ്കിറ്റ് അങ്ങോട്ടായാലോ? വിളിക്കാം. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ ടീം ട്രിപ്ലസ് ആണ് വരാൻ പോകുന്നത്. ശ്യാം, ശെൽവൻ, ശംഭു, അടിക്കൈ. ഇത് ഐറ്റം വേറെ. ഹലോ, അപ്പച്ചി പറ. അപ്പച്ചി, ഞാൻ തന്നെ മെഡിക്കൽ കോളേജിൽ നിൽക്കണ അപ്പച്ചി. അനിയത്തിയുടെ 6ാമത്തെ പ്രസവം. നാണക്കേട് എന്നെ നാണക്കേട്. എങ്ങനെ പറയാൻ പറ്റും 6ാമത്തെ പ്രസവമാണെന്ന്? ഇപ്പൊ ഞാനിവിടെ ചോറ് കൊണ്ടുവന്ന് 5 വർഷമായി. ആൾക്കാർ ഇപ്പൊ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, നിനക്ക് മെഡിക്കൽ കോളേജിൽ ജോലി കിട്ടിയ? ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. എന്തരപ്പച്ചി, കുട്ടികൾ ദൈവം തരുന്നതല്ലേന്നാ തന്നെ അമ്മ? നമുക്ക് ആ ദൈവം തന്ന ആ ദൈവമല്ലേ അവിടെ ഇരുന്ന് ആപ്പിള് കയറ്റിക്കൊണ്ടിരിക്കുന്നു. ഞാൻ വിളിക്കാം. ഷാജി, ഇത് എത്രാമത്തേടാ? ഇത് 1ാമത്തെ. അതല്ലാണ് ഞാൻ ചോദിച്ചത്. കുട്ടികൾ എത്രാമത്തേടാ? ഇത് 6ാമത്തെ. താറാമുട്ടേ? താറാമുട്ടേന്നല്ല, 6ാമത്തെ. എടാ, നീ ഓരോ വർഷം തോറും ഇങ്ങനെ ഓരോ കുട്ടികളെ ഇങ്ങനെ ആവർത്തനമായിട്ട് വരുന്നതേ നമുക്കൊരു വിഷമമുണ്ട് ഷാജി. ആവർത്തനം വിഷമോ? വർഷം ഓണം വരുന്നില്ലേ? വിഷു വരുന്നില്ലേ? റംസാൻ വരുന്നില്ലേ? ഇത് ആവർത്തിച്ചല്ലേ വരുന്നത്. പിന്നെ എന്റെ ആവർത്തനം മാത്രം എന്ത് കുടുംബക്കാർക്ക് ഇത്രയും വലിയ വിഷമമാണ്? നിന്റെ ഈ 6ാമത് വിശേഷം ഉണ്ടെന്ന് അറിഞ്ഞപ്പോ എന്റെ ഭർത്താവ് പുഷ്കരനെ തുള്ളുവായിരുന്നു. അങ്ങനെയെങ്കിലും അവന്റെ ശരീരം ഒന്ന് അനങ്ങട്ട്. പണിക്ക് പോവാത്ത നനകിഴങ്ങ് അവൻ കട്ടിലിൽ കിടക്കുമ്പോ ഒന്ന് എണീച്ചിരിക്കാൻ പറയണം. എന്തിന്? ഇല്ലെങ്കിൽ അവന്റെ വേരിറങ്ങും. അവ ആലായിട്ട് മാറാത്തതാണ് ഭാഗ്യം. എടാ, നിന്നെ പോലെ ജോലിയും കൂലി ഇല്ലാത്തുള്ള എന്റെ ഭർത്താവ് ഇപ്പൊ നിങ്ങൾക്ക് മെത്ത കച്ചവടം. അതാകുമ്പോ അവന് കിടന്നുകൊണ്ട് കച്ചവടം നടക്കും. കണ്ട, ഇത് കണ്ട, എന്റെ കൂട്ടുകാരനാണ് രവി. അവന്റെ കൊച്ചിനെ കൊണ്ട് നിൽക്കുന്നുണ്ട, ഫോട്ടോ പോസ്റ്റ് ചെയ്തേക്കുന്നുണ്ട, ഒരു ക്യാപ്ഷൻ ഇട്ടേക്കുന്നുണ്ട. നന്മ നിറഞ്ഞവൻ അവന്റെ കൊച്ചിനെ കൊണ്ട് നിൽക്കുമ്പോ എനിക്ക് എന്റെ കൊച്ചിനെ എന്റെ കയ്യിലേക്ക് കിട്ടിട്ട് ഏത് ക്യാപ്ഷൻ ഇടുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഉളുപ്പില്ലാത്തവൻ നന്നാവും അവന്റെ ക്യാപ്ഷൻ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നാം ഒന്ന് നമുക്ക് 2. എടാ, 2 കുട്ടികൾ ഉണ്ടെങ്കിൽ നമുക്കൊരു ബൈക്കിൽ ഒറ്റയ്ക്ക് അങ്ങനെ പോകാം. ഈ 5 പിള്ളേരെയും കൂടി നീ എങ്ങനെ പോകും ഷാജി? ഞാൻ കാർ എടുക്കും. ആദ്യം നീ നിന്റെ പെണ്ണിന്റെ പേര് നിർത്ത്, എന്നിട്ട് നീ കാർ എടുക്കുന്നു. ഇതെന്തോന്ന് ബഹളമാണിത്? ഇവിടത്തെ ബഹളം ഓപ്പറേഷൻ തിയേറ്ററിൽ കാണാമല്ലോ, കേൾക്കാമല്ലോ. സോറി, ബെൽറ്റ് ഇടാത്ത ഡോക്ടറെ. ഡോക്ടറാ? പിന്നെ ആ ഡോക്ടറല്ല, പിന്നെ എന്റെ ഭാര്യ ഇവിടെ പ്രസവിക്കാൻ കിടക്കും. എന്റെ അനിയത്തി ഇവിടെ പ്രസവിക്കാൻ കിടക്കുവാ. 6 പിള്ളേരാ. ഇത് 6ാമത്തെ പ്രസവാ. അയ്യോ, അതാ ഭർത്താവ്. അച്ചോ, 6 മക്കളാ? അയ്യേ, 6 മക്കളെന്നാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ 6 പെണ്ടാട്ടിന്നല്ല. അയ്യേന്ന് വെക്കാൻ വേണ്ടിട്ട്. നിങ്ങൾക്ക് മക്കളില്ലേ? എല്ലാവർക്കും ഉണ്ടല്ലോ. ഒരു വിവരം വിദ്യാഭ്യാസമുള്ള ഒരാൾ പറയുമ്പോൾ നല്ലോണം സംസാരിക്കണം. അതെങ്ങനെ? ലോക വിവരം വേണം ഷാജി, ലോക വിവരം വേണം. ഇയാൾക്ക് ലോക വിവരമില്ല. എടാ, ഇന്ത്യൻ ജനസംഖ്യ 2ാം സ്ഥാനത്താണ്, നിനക്കറിയാമോ? അവൻ 6 മക്കളെ. എടാ, അമേരിക്കയും റഷ്യയും യുദ്ധം നടന്നു, നീ അറിഞ്ഞായിരുന്നാ? എടാ, അമേരിക്കയും റഷ്യയും യുദ്ധം തുടങ്ങി, നീ വല്ലതും അറിഞ്ഞായിരുന്നാ? അവൻ 6 മക്കള്. അമേരിക്കയും റഷ്യയും യുദ്ധം ചെയ്ത് ഇത് എന്തിനാണെന്നല്ലോ അറിയാമോ നിനക്ക്? ഈ അമേരിക്ക യുദ്ധം ചെയ്യാൻ വെച്ചിരുന്ന മിസൈൽ എടുത്ത് ഞാൻ കഷത്ത് വെച്ചോണ്ട് ഇങ്ങോട്ടുണ്ട്. ചൂടാവുന്ന ആ മിസൈൽ കഷത്തെടുത്ത് വെച്ചോണ്ട് ഞാൻ ഇന്ത്യയിൽ വന്നെന്ന് തോന്നുന്നു. ഇതെന്നായിരുന്നു സംഭവം? ഫെബ്രുവരി 14-ാം തീയതി. അന്ന് നമ്മൾ എവിടെയായിരുന്നു? തോട്ടക്കാട്ട് അപ്പച്ചിന്റെ വീട്ടിലെ പാലിയാച്ചിട്ട് പോയായിരുന്നു. ശരിയാ, പാലാച്ചിന്റെ അന്ന് ഞാൻ അടുക്കളയിൽ നിന്ന് പായസം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ആ സമയത്ത് അമേരിക്കയും റഷ്യയും തമ്മിൽ യുദ്ധം നടക്കുന്നത് ഞാൻ കഥ പറഞ്ഞ് എത്തി നോക്കി കഴിഞ്ഞാൽ പായസം അടി പിടിക്കൂലേ? നിങ്ങൾ ഇത് പറഞ്ഞോണ്ടിരുന്ന നമുക്ക് വേറെ കുറെ കാര്യങ്ങളുണ്ട്. അമേരിക്കയിലെ യുദ്ധമല്ല, അപ്പച്ചിയുടെ വീട്ടിലെ പായസം തന്നെ എനിക്ക് വലുത്. നിങ്ങളെ ഈ 6 മക്കളെ വളർത്തണം. നിങ്ങൾ ഇൻഷുറൻസ് എടുക്കണം. ഞാനെന്തിന് ഇൻഷുറൻസിന് എടുക്കണം? ഇൻഷുറൻസിന് വേണമെങ്കിൽ ഞാൻ പല സിനിമകളിലുണ്ട്, പലവരും എടുത്തോണ്ട് പോണത്. ഞാനെന്തിന് ഇൻഷുറൻസിന് എടുക്കണം? അതല്ലെന്ന്, ഈ മക്കളുണ്ടെങ്കിലേ ഇൻഷുറൻസ് പൈസ തരുമെന്ന്. എനിക്ക് എന്തിന് ഇൻഷുറൻസിന്റെ പൈസ? ഇൻഷുറൻസിന്റെ കുടുംബത്തെ കൊണ്ട് എനിക്കെന്തിന് ഇൻഷുറൻസിന്റെ പൈസ? അല്ല അക്ക, ഞാൻ പറഞ്ഞു വന്നതേ, നമ്മൾ ഈ അപകട മരണങ്ങളും ജനനങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി പൈസ കിട്ടൂല. ഇൻഷുറൻസ് പൈസ, ഇൻഷുറൻസ്. ഇവിടെ നിന്നിരുന്നെങ്കിൽ ധർമ്മജം വോൾക്കാട്ടിനെ, ഹരീഷ് പിഷാരിഡിനെ, ലോകത്തുള്ള കോമഡിക്കാരെ മൊത്തം ഇവിടെ കൊണ്ടുവന്നു. ഭഗവാനെ, ഒന്നടഞ്ഞ് കുഞ്ഞ് ജനിക്കുമ്പോൾ നല്ലൊരു നാളിൽ സമയത്ത് ജനിക്കാം. അതാണ് അതിന്റെ ഒരു ഇത്. എന്റെ അക്ക, എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമാണ്. പറഞ്ഞേ, എന്റെ ഈ കുഞ്ഞ് ജനിക്കുന്നത് പൂരത്തിൽ തന്നെ ജനിക്കണമെന്നാ, പ്രസവിക്കണമെന്ന് ഞാൻ പൂരം നല്ല നാളാണ്. കാരണം പൂരത്തിൽ പ്രസവിക്കുമ്പോൾ അതിന് പറയാൻ പൂരത്തിൽ പീറുന്ന അതാണ്. ഷാജിയെ എന്തോ നിന്റെ ഭാര്യ എടുത്ത് വിളിച്ചു പറയടാ, പൂരത്തിൽ പ്രസവിച്ചാൽ മതിയെന്നാ. നിങ്ങൾ ഓരോരോ ഐഡിയ എങ്ങനെ കൊണ്ടുവന്നാൽ എങ്ങനെ ശരിയാവും?
അവിടെ ഇത്രയും ആനയും വെഞ്ചാമരം വെടിക്കെട്ട് നടക്കുമ്പോ അതിന്റെ ഇടയിൽ പോയി പ്രസവിക്കണമെന്ന് വെച്ചാൽ നടക്കണ കാര്യം. നിങ്ങൾക്ക് അങ്ങനെ പ്രസവിക്കണമെങ്കിൽ നിങ്ങൾ പോയി പ്രസവിക്ക്. എന്റെ ഭാര്യക്ക് ഇവിടെ ഉള്ള സൗകര്യത്തിൽ പ്രസവിച്ചാൽ മതി. എടാ, പൂരം എന്ന് പറഞ്ഞാ പൂരത്തിന്റെ നാള്. ഞാൻ നിന്നടുത്ത് വേറെ കാര്യം ചോദിക്കട്ടെ. 5 പ്രസവം കോട്ടയത്ത് തന്നെ ഇരുന്നടാ. ഈ അവസാനത്തെ പ്രസവം മാത്രം നീ എന്തിനാ ഇവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കൊണ്ടുവന്നത്? ഈ 4-5 പ്രാവശ്യം കോട്ടയത്ത് മാത്രം അങ്ങോട്ട് പോകുമ്പോഴേ നമുക്ക് ഈ വണ്ടിയുടെ സൈഡിൽ ഇരിക്കുമ്പോ റിപ്പീറ്റ് അടിക്കൂലേ? എപ്പോഴും റബ്ബറും പോസ്റ്റും ഇങ്ങനെ ഓടി പോകുന്ന കണ്ടാ മതിയാ. വലിയ വലിയ കെട്ടിടങ്ങളും കാണണ്ടേ? അതിനല്ലേ നമ്മൾ തിരുവനന്തപുരത്ത് വന്നത്. ഞാനൊരു കാര്യം പറയാം. ഇത്തവണ നമ്മളാണ് കുഞ്ഞിന് പേരെടുത്തത്. ഈ പേരിടുന്ന കാര്യത്തിൽ എനിക്കൊരു ഭയങ്കര ഒരു വിഷമമുണ്ട്. എന്റെ അക്ക, എന്റെ മോന് 14 വയസ്സായി. അവന് ഞാൻ ഇതുവരെ പേരിട്ടിട്ടില്ല. അതെന്ത്? കടിച്ചാ പൊട്ടാത്ത പേരെന്തെങ്കിലും എന്റെ മോന് വേണം. അങ്ങനെയാണെങ്കിൽ അരി ഉണ്ടെന്നിട്. 2 ആഴ്ച പഴക്കമുള്ള അരി ഉണ്ടെന്നിട്ടാ നല്ലതാണ്. അതാണ് കടിച്ചാ പൊട്ടാത്ത. ഓരോ മനുഷ്യന്മാർക്ക് ഓരോ ഐഡിയകൾ കൊണ്ടുവന്ന. ഞാൻ പറയാം, പ്രസവത്തിന് ഭയങ്കര ചെലവാണേ ഓരോന്നിനായിട്ട്. പണ്ടൊക്കെ ആണെങ്കിൽ പ്രസവത്തിന് പൈസ ഇല്ലായിരുന്നു. കാരണം എന്നെ തന്നെ പ്രസവിച്ചു. അമ്മ തുണി കഴുകിക്കൊണ്ടിരുന്നപ്പോഴാണ് എന്നെ പ്രസവിച്ചത്. എന്റെ അനിയന്മാരെ നെല്ല് കുത്തിക്കൊണ്ടിരുന്നപ്പോഴാണ് അമ്മ പ്രസവിച്ചത്. ഇപ്പൊ അനിയന്മാർ എന്ത് ചെയ്യുന്നു? 2 പേരും പല്ലും കുത്തി ഒരു ചൊരപ്പും ഇല്ലാതെ വീട്ടിൽ ഇരിക്കുന്നു. അല്ലാതെ ഇത് പറയാനല്ലേ പറ്റിയോ? അത് ഭയങ്കര വലിയ വായില് 10 പൈസ സ്ത്രീധനം എന്ന് പറഞ്ഞാൽ എനിക്ക് തന്നിട്ടില്ല. സാറ് കേൾക്കണം. സ്ത്രീധരൻ തന്നില്ല. എന്ത് തന്നു? രാജിയാണ് ഒരുമാതിരി പറഞ്ഞാൽ ഞാൻ അനിയത്തിന്റെ ഭർത്താവ് ഞാൻ നോക്കൂല. ഞാൻ ചൂടാവും. നീ ചുമ്മാ എന്താണെന്നറിയോ? അവൻ ഇവിടെ ചൂടാവൂ, വീട്ടിൽ ചൂടാവത്തില്ല. വീട്ടിൽ ഞാനും എന്റെ അമ്മയും നിൽക്കുന്ന സ്ഥലത്ത് അവൻ ചൂടാവുന്ന ചോദിച്ചു നോക്ക്. നീ ചോദിച്ചു നോക്ക്. ആ അമ്മയ്ക്കടുത്തും ചേച്ചിക്കടുത്തും ഭയങ്കര ബഹുമാന സ്നേഹമാണല്ലേ? ബഹുമാനം കൊണ്ടൊന്നും അല്ല. റാപ്പർ വേടന്റെയും ജാസി ഗിഫ്റ്റിന്റെയും ഗാനമേള നടക്കുന്നതിനിടയിൽ മണികണ്ഠന്റെ ഭജന വെച്ച ആര് കേൾക്കാൻ? ഭയങ്കര വായല്ലേ വായാടികളുടെ ജീവിതം. എടാ, നീ ഒറ്റ ഒരുത്തൻ കാരണം എന്റെ അച്ഛനും അമ്മയും നാണക്കെട്ട് വെളിയിറങ്ങില്ല. ഇറങ്ങിപ്പോ ആൾക്കാർ പറയും 6 മക്കളാ അമ്മുമ്മേ, 6 മക്കളാ അമ്മുമ്മേ. ഇപ്പൊ അവർ രണ്ടുപേരും കൂടി വീട്ടിനകത്ത് വാതിലടച്ചിരിക്കും. അറിയാവോ നിനക്ക്? അവരെ കാരണമാണ് ഈ പ്രശ്നം മൊത്തം ഉണ്ടായത്. സാറ് കേൾക്കണം. പകല് വഴക്ക് ഭാര്യയും ഭർത്താവും. ദേഷ്യം വന്നിട്ട് ഞാൻ വാതിലടച്ചങ്ങ് അകത്ത് കയറും. അപ്പോഴല്ലേ ഈ സംഭവം മൊത്തം ഉണ്ടായത്. നമ്മളെ നാട്ടിലായതുകൊണ്ടാണ് ഈ 6 മക്കൾ നാണക്കേട്. ചൈനയിലേക്ക് അങ്ങനെയൊന്നും അല്ല. എത്ര മക്കളോടോ ആവാം. എത്ര മക്കൾ വേണോ ആവാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളിപ്പോ ചൈനയിലെ മക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുനി, ബാബു, ഈ സുധി എന്ന് 3 പേരും ഒരുപോലല്ലേ ഇരിക്കുന്നത്. ഇവര് തമ്മിൽ വഴക്കിട്ട് കഴിഞ്ഞാൽ നമ്മൾ ആരെ പിടിച്ച് തല്ലും? ഇവിടെ ആണെങ്കിൽ കറക്റ്റ് നമുക്ക് പിള്ളേരെ മനസ്സിലാവും. പിന്നെ അവിടെ ഒരു ലാഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഒരു ഐഡിയ വെച്ച് നോക്കുവാണെങ്കിൽ ഒറ്റ ആധാരം മതി ഒരു കുടുംബത്തിന്. എല്ലാം ഒരേ കണക്കല്ലേ മൂക്കപ്പികള്. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. നീ ഇനി കഷ്ടപ്പെടാൻ പോവേണേ ഷാജി. എന്തിന്? 6 മക്കളാണ്. നമ്മളെ കേരളത്തിന്റെ അവസ്ഥയാണ്. ഓരോരുത്തർ പെട്ടെന്ന് വലുതാവും. വിദ്യാഭ്യാസം നോക്കണം. അപ്പൊ വിദ്യാഭ്യാസം എങ്ങനെ നടക്കും? എന്തിനു നടക്കണ? സ്കൂളിൽ ബസ് ഉണ്ടല്ലോ, ബസ്സിൽ കയറി പോയിക്കൂടെ? അതാണോടാ പറഞ്ഞത്? പിന്നെ വിദ്യാഭ്യാസത്തിന് സാമ്പത്തികം വേണോ? വിദ്യാഭ്യാസം എങ്ങനെ നടക്കും? അങ്ങനെയാണെങ്കിൽ പ്രൈവറ്റ് ബസ്സിൽ കയറി പോയി കഴിഞ്ഞാൽ ST എടുക്കാം. നിനക്ക് എത്ര മക്കളുണ്ടാ? എനിക്ക് 2 മക്കള്. അവരുടെ വിദ്യാഭ്യാസം എങ്ങനെ നടക്കും? അവരെന്ത് നടക്കുന്ന? എന്റെ വീട്ടിൽ തൊട്ടടുത്തല്ലേ സ്കൂൾ. ഞാൻ അടുത്തങ്ങ് വയ്ക്കും. അതെ, ആർക്കും ടെൻഷൻ ഒന്നും അടിക്കണ്ട. നീ ഞാൻ ഒരു കവിത എഴുതിയിട്ടുണ്ട്. ആ കവിത ഒന്ന് കേൾക്കണം, കേട്ടു നോക്കണം. അടിപൊളി കവിത ഞാൻ എഴുതി. പ്രസവം പ്രസവം പ്രസവം, ഭാരത സ്ത്രീകൾ ഒരുമിച്ച് കൂടും മെഡിക്കൽ SAT. പ്രസവം പ്രസവം പ്രസവം. ഈ കവിത കൊച്ചിനെ പാടി കേൾപ്പിച്ചായിരുന്ന ഈ ഗർഭിണിയായ കൊച്ചിനെ ഭാര്യയെ? ഇത് പാടി കേൾപ്പിച്ചപ്പോ കൊച്ചു ഭയങ്കര ചവിട്ടും കുത്തുമൊക്കെ ആയിരുന്നു. ഭാര്യയുടെ വയറ്റിൽ കൊച്ചാ. ആ കൊച്ചു വരുന്നതിന് മുമ്പ് പോവാൻ നോക്ക്. ആദ്യത്തെ ചവിട്ട് നിങ്ങൾക്കായിരിക്കും. ഞാനേ ഈ കൊച്ചുങ്ങളെ കാര്യം പറഞ്ഞപ്പോഴാണ് എന്റെ കല്യാണം കഴിഞ്ഞിട്ട് 3 വർഷം കഴിഞ്ഞപ്പോ എനിക്ക് 3 മക്കളായി. അപ്പൊ തന്നെ അളിയൻ എനിക്ക് വിസ എടുത്തത് ഞാൻ ഗൾഫിൽ പോയി. 6 വർഷം കഴിഞ്ഞാണ് ഞാൻ വന്നത്. അതാണ് എന്റെ അളിയന്റെ സ്നേഹം. ആ സ്നേഹം കൊണ്ടല്ലേ എനിക്ക്. പിന്നെ വീട്ടിൽ കൊച്ചു മനുഷ്യച്ചങ്ങനെ തീർക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അളിയൻ ചെയ്തതാണ്. അതൊന്നും ഒരു വിഷയാക്കി എടുക്കണ്ട കേട്ടോ. ഹലോ, ഒരു അറിയിപ്പുണ്ട്. സജിയുടെ ഭാര്യയ്ക്ക് പെയിൻ തുടങ്ങി. എന്റെ ഭാര്യയ്ക്ക് നിങ്ങളെ ഭാര്യയല്ലേ പ്രസവിക്കാൻ പോണം. നിങ്ങൾ എന്തിനാണ് വേണം വെക്കുന്നത്? അടങ്ങി നിൽക്കും. നമ്മളെ ആണുങ്ങളാണ്. നമ്മളെപ്പോഴും സ്ട്രോങ് ആയിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പല പ്രശ്നങ്ങളും വരും. നമ്മളെ ആണുങ്ങൾ സ്ട്രോങ് ആയിരിക്കണം. ബ്രീത്ത് എടുക്കാൻ നോക്ക്. വലിച്ചുവിട്ടെ. ഓക്കെ അല്ലേ? നമ്മൾ സ്ട്രോങ് ആയിരിക്കണം. ആണുങ്ങളാണ്. ആണുങ്ങൾ ഒരിക്കലും കരയാൻ പാടില്ല, വിഷമിക്കാൻ പാടില്ല. നമ്മുടെ കുടുംബം നോക്കേണ്ടവരാണ്. നമ്മൾ പല സാഹചര്യങ്ങളും വരും കേട്ടോ. അതാണ് ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. ഷാജിയുടെ ഭാര്യയ്ക്കും പെയിൻ തുടങ്ങി. അവള് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ ചില ദിവസങ്ങളിൽ മീൻ മേടിച്ചു കൊടുക്കാതെ പോകും കേട്ടോ. എന്തെങ്കിലും ഒരു കറി അവള്
അറിയാതെ ഒപ്പിച്ചു വെക്കും. അല്ല ആണുങ്ങൾ പിന്നെ അതുപോലെ തന്നെ അമ്മയ്ക്ക് അമ്മയായിട്ട് ഇച്ചു പോകുന്നു ഇതുവരെയും ഒരു പ്രശ്നം അങ്ങനെയുള്ള പെണ്ണല്ല അവള്. ആണുങ്ങൾ കരയിലെന്നും കണ്ടവർക്ക് എല്ലാ ആണുങ്ങളും ഇല്ല, ചില ആണുങ്ങൾ കരയും, അത് കുഴപ്പമില്ല. പക്ഷെ അവള് എന്റെ ജീവിതത്തിൽ സത്യം പറഞ്ഞ ഇതുപോലെ ഒരു കൊച്ചിനെ കിട്ടി എന്റെ ഭാഗ്യം. റീത്തെടുക്കണോ? റീത്തെടുക്കണം. അങ്ങനെ തന്നെ എടുക്കണ്ട, അത് എല്ലാരും എടുക്കണേ. നിങ്ങൾ എടുത്തില്ലേ, പിന്നെ എപ്പോഴും എടുക്കാൻ പറ്റും. അയ്യോ മോനെ, അവള് പ്രസവിച്ചടാ പെങ്കൊച്ചു. അവളെ കണക്ക് എന്നോട് ഉന്തരി പെണ്ണ്. കണ്ട ആ കൊച്ചിന്റെ മുഖം കണ്ടപ്പോ തന്നെ ഈ അക്കന്റെ മുഖം തിളങ്ങിയണ്ട. ഇത്രേ ഉള്ളു പെണ്ണുങ്ങള്. നിങ്ങളെ കൊണ്ട് സന്തോഷം. നിങ്ങളുടെ ഭാര്യയും പ്രസവിച്ച് കൊച്ച് ഇരട്ട കുഞ്ഞുങ്ങളാ. അയ്യോ എനിക്ക് വയ്യ, എനിക്ക് വയ്യ. അല്ല, അതിന് നിങ്ങൾ കരയുന്നത് അയ്യോ എനിക്ക് ഇനി 12 വർഷം ഗൾഫിൽ പോയി കിടക്കാൻ വയ്യേ. കറക്റ്റ് ആയിട്ട് അളിയാ എനിക്ക് വിസ എടുത്തേര്, ഞാൻ ഗൾഫിൽ പോയിട്ട് പറഞ്ഞു വിടുക. എനിക്ക് വയ്യേ, എനിക്ക് വയ്യേ. ഉഗ്രം കൈയടി, നല്ല അടിപൊളി സ്കിറ്റ്. പൊളിച്ചടിക്കേട്ടാ, അടിപൊളിയായിരുന്നു, അടിപൊളി സ്കിറ്റായിരുന്നു. എനിക്ക് പറയാനുള്ളത് നേരത്തെ ഒക്കെ പറഞ്ഞ പോലെ ക്ലൈമാക്സ് നിങ്ങൾ പഴയ പോലെയൊക്കെ തന്നെ നമ്മൾ അവസാനിച്ചേ അറിഞ്ഞില്ല. പിന്നെ ആ ഈ ഒരു സ്കിറ്റിന്റെ മികവ് കൊണ്ട് നമ്മളിങ്ങനെ തീർന്നു പോയോ എന്ന് അങ്ങനെ ആയിപ്പോയി. കാരണം അത്രയ്ക്ക് നല്ല സ്കിറ്റായിരുന്നു. ഒരു പഞ്ച് ക്ലൈമാക്സും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഗംഭീരമായനെ. എനിക്ക് ശംഭു വരുമ്പോൾ ഒരു ഫോൺ കോളായിട്ടാണ് എപ്പോഴും വരുള്ളൂ. അതിനകത്തൊരു തമാശ എന്തായാലും ഉറപ്പായും ഉണ്ടാവും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു തമാശ എന്ന് വെച്ചാൽ ഫോൺ വിളിച്ച് കഴിയുമ്പോൾ എന്തോ ദൈവം കൊടുക്കണേണെന്നാ, എന്നിട്ട് ഇങ്ങനെ ഒരു നോട്ടുണ്ട് അവിടെ ഇരിപ്പുണ്ട്, കരങ്ങിൻ്റെ മുകളിൽ ആപ്പിളും നിന്നുകൊണ്ട്. അത് തുടങ്ങിയിട്ടുള്ള വിറ്റുകളും തമാശകളും അതിഗംഭീരമായിരുന്നു. എനിക്ക് തോന്നുന്നു 3 പേരും ഗ്രാൻഡായിട്ട് അഭിനയിച്ചിട്ടാ. നല്ല പെർഫോമൻസ് ആയിരുന്നു. ഈ ശ്യാമെന്താണ് ഇങ്ങനെ പ്രത്യേക സ്റ്റൈല്, അത് നല്ല രസം കേട്ടോ. ആ ക്യാരക്ടറിനനുസരിച്ചുള്ള സംസാരവും കാര്യങ്ങളും. ഇത് എവിടെ നിന്ന് വന്ന് എന്തായാലും ഗ്രാൻഡ് ആയിട്ടുണ്ട്. ആദ്യം തുടങ്ങി അവസാനം വരെയും ഒരുപാട് തമാശകൾ ഉണ്ടായിരുന്നു. ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാടുണ്ടായിരുന്നു. ഈ ക്ലൈമാക്സിൻ്റെ ഒരു പ്രശ്നം മാത്രമല്ലാതെ എനിക്ക് വേറൊരു നെഗറ്റീവായിട്ട് ഒന്നും പറയാനില്ല. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. ഇത് എത്രാമത്തെ പ്രസവാർഡിന്റെ ഫ്രണ്ടേജാണ് നിങ്ങൾ ചെയ്യുന്ന സ്കിറ്റ്? രണ്ടാമത്തെ അല്ലല്ലോ, മൂന്നാമത്തെ. ആദ്യത്തെ 2 നല്ലതായിരുന്നു, ഇതും ഗംഭീരമായിരുന്നു, മൂന്നാമത്തും ഗംഭീരമായിരുന്നു. സെൽവന് ഒരു മനസ്സന്തോഷം കാണുമ്പോൾ, അഭിനയം കാണുമ്പോൾ നമുക്കറിയാം അതിൻ്റെ അകത്ത് എന്തെങ്കിലും കാണുമെന്ന്. അല്ലേ സെൽവൻ തന്നെ ആദ്യമേ തളർന്നു പോകും. അതേപോലെ തന്നെ ശ്യാമും, അതേപോലെ തന്നെ ശംഭുവും. നിങ്ങളുടെ മനസ്സിൽ നല്ലത് ഇതിൻ്റെ ബാക്കിൽ കിടപ്പുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ തുടക്കത്തിലേ തന്നെ നമുക്ക് മുഖത്തറിയാൻ പറ്റും. ഇതിൽ ഉണ്ടെന്നുള്ളത് ഫസ്റ്റ് ഫോൺ കോള്, ഇവൻ്റെ ആപ്പിൾ കടിച്ചിട്ടുള്ള ഇരിപ്പ്, ബാക്കിലെ ഹോസ്പിറ്റലിൻ്റെ ബോർഡ് എല്ലാം കാണുമ്പോൾ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കും. ആ പ്രതീക്ഷ നിങ്ങൾ ഒട്ടും നഷ്ടപ്പെടുത്തിയില്ല എന്നുള്ളതാണ്. ഗംഭീരമായിട്ടുണ്ട്. 3 പേരും അടിപൊളിയായിരുന്നു. എന്തോരം ചിരിയായിരുന്നു ആ അച്ഛനൊക്കെ ഇരുന്നുകൊണ്ട് ചിരിച്ചത്. അപ്പോൾ അത്രയ്ക്കും നല്ല സ്കിറ്റായിരുന്നു ഇത്. അപ്പോൾ അടുത്ത പ്രാവശ്യവും ഗംഭീരമായിട്ട് വരിക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ട്രിപ്പിൾസ് ഉഗ്ര സ്കിറ്റായിരുന്നു കേട്ടോ. ഭയങ്കരമായിട്ട് ഒരുപാട് എൻജോയ് ചെയ്തു. കാരണം നല്ല ലൈവായിരുന്നു. നമ്മളൊരു സബ്ജക്റ്റ് എടുത്തിട്ട് അതിനകത്ത് ചേരുന്ന കാര്യങ്ങളും വളരെ നാച്ചുറലായിട്ട് പറഞ്ഞു പോവുകയും കൗണ്ടറുകൾ വരുന്നത് പഞ്ചിൽ അവതരിപ്പിക്കുകയും ചെയ്യാനുള്ള നിങ്ങളുടെ ഒരു മികവ് അത് എടുത്തു പറയേണ്ടതാണ് ജീവ. കാരണം ഇവർ അതെ 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 ഒരു ചെറിയ സാധനമാണെങ്കിൽ അത് പറഞ്ഞ് ഫലിപ്പിക്കാൻ ഇവർ കഴിഞ്ഞിട്ടുള്ള ആൾക്കാരേ ഉള്ളൂ. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ നടുക്ക് നിൽക്കുന്ന ആളുണ്ടല്ലോ, ഇദ്ദേഹത്തിൻ്റെ കുറേ സ്കിറ്റുകൾ കണ്ടു. പക്ഷേ ഈ ഒരു സ്കിറ്റിൽ വേറൊരു ലെവലിലുള്ളൊരു കളിയാണ് കളിച്ചേക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇതിനിടയ്ക്ക് ശ്യാമിൻ്റെ കവിതയൊക്കെ വരുമ്പോൾ സെൽവന് ചിരി വരുന്നുണ്ട്. സെൽവൻ ആപ്പിൾ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ചിരി ആപ്പിൾ വെച്ച് അടക്കുന്നത് നീ കണ്ടിട്ടുണ്ടോ? അതാണ് അടച്ചത്, അങ്ങനെയാണ് ആപ്പിൾ വെച്ച് അടച്ചത്. അത്ര രസമായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓൾ ദ ബെസ്റ്റ് 3 പേർക്കും. താങ്ക് യു. അപ്പോൾ ട്രിപ്പിൾസിന്റെ ഈ സ്കിറ്റ്, ആശുപത്രിയുടെ മുമ്പിലുള്ള ഈ സ്കിറ്റിന്റെ മാർക്ക് ഞാനൊരു 13,000 രൂപ കൊടുക്കാം. 13,000 രൂപ. പക്രു ചേട്ടാ? ഞാൻ ഒരു 12,000 രൂപ. 25,000 രൂപ ആയിട്ടുണ്ട്. നസീർ ബാക്കി ഞാൻ അറിഞ്ഞു കൊടുക്കാം. കാര്യം ഇരട്ടയുള്ളതും ചെലവും ഒക്കെയാണ്. അതെ, 6,000 കിടക്കുന്നു. ടോട്ടൽ 60,000 രൂപ. നല്ല മാർക്കാണ്. ഷാജിയെ 7ാമത്തെ പ്രസവത്തിന് കാണാം. നമുക്ക് എടുത്തല്ലേ, ഗൾഫിൽ പോവല്ലേ? ശരി അമ്മായി. അല്ല, അതിനകത്തൊരു 6 ഉണ്ട്. ആ 60-ൽ 6 കിടപ്പുണ്ട്. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. അടുത്ത ടീം, അടുത്ത സ്കിറ്റ് റെഡിയാണ്. വിളിക്കട്ടെ? വിളിച്ചോ. കോവളം പ്രസാദ് ചേട്ടനുണ്ട്, നമ്മുടെ സുധീഷ് മുള്ളൂരുണ്ട്, കോട്ടൂർ സൈ ചേട്ടനും ഓരോ ഗ്രം കഴിച്ചു. ഹലോ അഞ്ചു പറയടാ.
എടി പിന്നെ +2 ജയിച്ചാ നിന്റെ അച്ഛൻ നിനക്ക് എന്തോ മേടിച്ചു തരാന്ന് പറഞ്ഞു? സ്വർണ്ണ കൊലുസ്. സ്വർണ്ണ കൊലുസ്. എന്തുവാ? എന്റെ അച്ഛൻ ജയിച്ചാലേ എന്താ മേടിച്ചു തരാന്ന് പറഞ്ഞതറിയാമോ? എന്തുവായിരുന്നു? ബുള്ളറ്റ്. ഓ പിന്നെ അതിന് നീ +2 ജയിച്ചില്ലല്ലോ. +2 ജയിച്ചില്ല, പക്ഷെ ഞാൻ അച്ഛന്റെ അടുത്ത് പറഞ്ഞു +2 എനിക്ക് ഫുൾ A+ കിട്ടിയെന്ന്. 10 A+ കിട്ടിയെന്നാ ഞാൻ പറഞ്ഞേക്കുന്നേ. എത്ര A+? 10 എണ്ണം. എടാ +2 എവിടെ നടാ 10 എണ്ണം? 10 വിഷയം ഉണ്ടോ? 10 വിഷയം ഇല്ലേ? ഇല്ല. അയ്യോ 10 വിഷയം പിന്നെ എവിടെ ഉണ്ടല്ലത്? എടാ അത് 10ാം ക്ലാസ്സിലാണ്. 10ാം ക്ലാസ്സിലാണല്ലേ 10 എണ്ണം. സ്കൂളിലൊക്കെ പോയാലല്ലേ നമ്മൾ ഇതൊക്കെ അറിയാം. എപ്പോഴും കറങ്ങി അടിച്ചൊക്കെ നടക്കുവല്ലേ. എന്നിട്ട് നിന്റെ അച്ഛനത് വിശ്വസിച്ചോടാ? പിന്നെ പച്ചവെള്ളം കൊടുത്തു കഴിഞ്ഞാൽ അവക്കാട ജ്യൂസ് എന്ന് പറഞ്ഞ് മേടിച്ച് കുടിക്കണം മനുഷ്യനാണ് അയാൾ. അതൊക്കെ അങ്ങ് വിശ്വസിച്ചോളൂന്ന്. നന്നായി, നിന്റെ അല്ലേ അച്ഛൻ. 2 ദിവസം കഴിഞ്ഞാൽ അച്ഛൻ എനിക്ക് ബുള്ളറ്റൊക്കെ മേടിച്ച് തരും. അതുകൊണ്ട് വണ്ടിയും കൊണ്ടുവന്നാൽ തേക്കടി വരെയൊക്കെ ഒന്ന് പോയിട്ട് വരായിരുന്നു. ഹലോ ഹലോ തേക്കടി എന്ന് പറഞ്ഞ അപ്പം അങ്ങ് വെച്ചിട്ട് പോകും. കൊച്ചു കള്ളങ്ങളൊക്കെ അങ്ങ് പറയാറുണ്ട്. ഇടയ്ക്ക് അച്ഛനെ വിളിച്ചോണ്ട് ചെല്ലാൻ പറഞ്ഞു. ഞാൻ ആ അച്ഛനെ വിളിച്ചായിരുന്നു. പുള്ളി പറഞ്ഞു വരൂല, എന്നെ ചീത്തയൊക്കെ വിളിച്ചു. അങ്ങനെ ഞാൻ പോയതാണ്. ഇങ്ങനെ കൊച്ചു കള്ളങ്ങൾ. ആ ഒരുത്തി കള്ളിക്കാട്ടിൽ മുള്ളു പോലെ ഒരുത്തി. എന്താണ് ഇവിടെ കിടന്ന് പിച്ചുമയും പറയണത്? പിച്ചുമയല്ല, പിന്നെ ഞാൻ പാസ്സായ കാര്യങ്ങൾ പറയൂലായിരുന്നോ? എന്റെ പൊന്ന് ചൂണ്ടിക്കൽ ഭഗവതി, ഞാൻ കൊണ്ടുവച്ചിരുന്ന സാധനം മൊത്തം ഈ ചെറുക്കെടുത്ത് അടിച്ചെന്ന് തോന്നുന്നു. ഇതാണ് ടൗണിൽ വിട്ട് പഠിപ്പിച്ചുള്ള കുഴപ്പം. മൊത്തം എടുത്ത് അടിച്ചടാ. എന്തു വെച്ചാ പറയണേ? നീ പിന്നെ അടിച്ച് പൂസായിക്കണെന്ന് പറഞ്ഞു. പൂസായ നല്ല പാസ്സായ കാര്യം ഞാൻ അങ്ങോട്ട് പറഞ്ഞതാണെന്ന്. അതൊക്കെ എന്തിനാ പറഞ്ഞു കേൾപ്പിക്കുന്നത്? ഞാൻ കാണിച്ചു കൊടുക്കാം. ദാ കാണ്. ദൈവമേ, ഫ്ലെക്സ് ഒക്കെ അടിച്ചോണ്ട് വന്നേക്കുന്നു. അച്ഛാ, ഇതിനൊക്കെ ഭയങ്കര പൈസ ആയി കാണത്തില്ലേ? ഇതൊന്നല്ലടാ, 40 ഈ പഞ്ചായത്തിൽ അവിടെ ഞാൻ വെച്ചിട്ടുണ്ട്. 40 എണ്ണമോ? ഈ 40 പോരെ, എന്നാ 60 വെക്കാം. 60 ഒന്നും വേണ്ട. അല്ല, ഇത് ഫ്ലെക്സ് അടിക്കാൻ ചെന്നിട്ട് ആരും ഒന്നും പറഞ്ഞില്ലേ? അവിടെ ഒരു ബംഗാളി അല്ലേ ഉണ്ടായിരുന്നത്? ആണോ? ഓ, അതുകൊണ്ട് ഈ 10 A+ ഒക്കെ അങ്ങനെ അങ്ങ് ഇരുന്നല്ലേ? ഇരിക്കട്ടെ. ഞാൻ നമ്മുടെ വയലിലെ മോളി ഒന്ന് വിളിക്കട്ടെ. വയലില് മോളിയല്ലോ, ചളിയല്ലേ? അതല്ല ചെളി. പിന്നെ നീ ഇപ്പം പറഞ്ഞതാണ് ചെളി. അതല്ല. ഇനി വാ തുറന്ന് ആവശ്യമില്ലാത്ത ചെളി വെളിയിൽ തുപ്പരുത്. അല്ല, ഈ മോളി ആരച്ചാ? അയ്യോ, എന്റെ മോന് മോളി അറിയത്തില്ലല്ലോ. അച്ഛന്റെ പഴയ ലൈൻ. അച്ഛന്റെ പഴയ ലൈൻ. അതൊക്കെ പറയണം. ഞാൻ ഈ മോളിയെ വിളിച്ച് പറയട്ടെ. അവളെന്നെ തേച്ചതല്ലേ. എന്നെ കെട്ടിയിരുന്നെങ്കിൽ +2 ഫുൾ A+ നേടിയ ഒരു മോനെ ചുളുവിനെ കിട്ടുമായിരുന്നെന്ന് അവൾ അറിയണം. സൈഡ് വാര എന്റെ പേരും പറഞ്ഞ് ബന്ധം സ്ഥാപിക്കാനുള്ള ശ്രമമാണല്ലേ? ഇതൊന്നും നടക്കൂല. എന്താണോ നീ എന്നെ കുറിച്ച് വിചാരിച്ചത്? ഒരു അച്ഛന്റെ മുഖത്തൊക്കെ ഇങ്ങനെയാണ് പറയണത്? അല്ലെങ്കിൽ അച്ഛൻ ഇങ്ങനെ തന്നെ. എങ്ങനെ തന്നെ? എന്റെ അമ്മ പോയതിനു ശേഷം അച്ഛൻ എപ്പോഴും എന്നെ ഇങ്ങനെ ചീത്ത വിളിക്കും. അയ്യോ, ഇവൻ പറഞ്ഞേട്ടാത്തോന്ന് ഇവന്റെ അമ്മ മരിച്ചു പോയെന്ന്. തുണി വിൽക്കാൻ വന്ന അണ്ണാച്ചിരോട്ടത്ത് പോയ കാര്യമാണ് ഇവൻ പറയുന്നത്. അല്ല, എന്തായാലും അമ്മയ്ക്ക് അവിടെ സുഖജീവിതമല്ലേ. ഞാനും അങ്ങ് അമ്മയുടെ കൂടെ പാമ്പ് പോവാ. നീ പോവടാ. നീ നിന്റെ അമ്മയെ പോലെ ഉടായ്പാണ്. ഉടായ്പ്. ഞാനല്ല, അച്ഛനാണ് ഉടായ്പ്. ഞാൻ എന്ത് ഉടായ്പ് കാണിച്ചത്? ഒരു 3:30 ആകുമ്പോ ആ കുളിക്കട വിധി അച്ഛൻ ചെല്ലും. ദേഹം മൊത്തം സോപ്പോതായിട്ട് ഇറങ്ങി അങ്ങ് നിൽക്കും. പെണ്ണുങ്ങൾ ആരാണെന്ന് വെച്ചാൽ പറയണേ തവള മുട്ടയെന്ന്. അന്ന് കണ്ണില് മണ്ണ് മാറിയിട്ടപ്പോ ഈ തവള മുട്ട ഇപ്പൊ പോവാറില്ലേ? ഞാൻ മോനാണെന്ന് നോക്കത്തില്ല. അച്ഛൻ ഞാൻ പറയണ കേക്കച്ച. ഞാൻ ഈ പഞ്ചായത്ത് എല്ലാവരും അറിയിക്കട്ടെ. ഇത് ഇതെല്ലാരും സന്തോഷമുള്ള കാര്യം. സന്തോഷമല്ല, ഞാൻ പറയണ കേക്ക്. ഈ +2 ഇത്രയും A+ കിട്ടിയാലും നമ്മള് രണ്ടുപേരും അറിഞ്ഞാ മതി. അതെന്തങ്ങനെ? അത് പുറത്തൊക്കെ വെച്ച് എല്ലാം കൂടോത്ര ടീമുകളല്ലയോ? കൂടോത്രമൊക്കെ എന്റെ ഭാവി പോകുമെന്ന് കണ്ടു നോക്കിയല്ലേ. പിന്നെ അച്ഛൻ എന്തോ എനിക്ക് ബുള്ളറ്റ് മേടിച്ച് തരുമല്ലോ. ഓ, അത് അച്ഛന്റെ പിറന്നാളിന് മേടിച്ചെന്ന് ആൾക്കാരടുത്ത് പറഞ്ഞാൽ മതി. ഈ ഫ്ലെക്സ് ഒന്നും വേണ്ടെന്ന്. വേണ്ട. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം. ഇതെടുത്തോണ്ട് ഈ ബാത്റൂമിന്റെ അടപ്പാറ്റി വെക്കാം. എന്തിനാ? അതാകുമ്പോ എനിക്ക് കണ്ടിരിക്കല്ലേ. കാണാൻ പറ്റിയ സാധനം തന്നെ കൊണ്ടുപോകും. ദൈവമേ, ഒരു കള്ളം മറക്കാൻ എന്തൊക്കെ കള്ളം പറയണം. പാവം അച്ഛൻ അതെല്ലാം അങ്ങ് വിശ്വസിച്ച്. വീരാ ഉണ്ണിക്കുട്ട, ധീരതയോടെ ജയിച്ചോളൂ. ലക്ഷം ലക്ഷം പിന്നാലെ. ഇത് എവിടെ പോണം? മോൻ ഇങ്ങോട്ട് വന്നാ എന്തുവാ? ഇവൻ പണ്ടേ പറ്റേ വെട്ടുള്ളൂ കേട്ടോ. എനിക്കാണെങ്കിൽ താടി എടുത്താൽ മതി. മുടിവെട്ടാൻ വന്നല്ലേ? മുടിവെട്ടാൻ വന്നേ. ഞാൻ ഇവിടുത്തെ മെമ്പറല്ലേ. മെമ്പറോ? എന്റെ വാർഡില് എല്ലാ വിഷയത്തിലും A+ വാങ്ങിയ ഒരു മിടുക്കനായ കുട്ടം വരുമ്പോൾ ഞാൻ വന്ന് അവനെ അനുമോദിക്കണ്ടേ? ഇത് ആര് പറഞ്ഞു +2? എന്റെ അച്ഛൻ പറഞ്ഞു. ആരെടുത്ത് ചോദിച്ചു പോയി പറഞ്ഞത്? ഫ്ലക്സ് അടിക്കാൻ പോയപ്പം വെറുതെ അതിന്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾ അയ്യോ, അങ്ങനെ പോകാൻ പറ്റില്ല. മോനിങ് വന്നാണ്. നമ്മുടെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ പ്രധാന ഘടകമാണ്. ഉദാഹരണത്തിന് ഞാൻ തന്നെ 8ാം ക്ലാസ് തോറ്റവനാണ്. വാർഡിലെ മെമ്പർ ആയില്ലേ? അതേപോലെ ഇതെന്തോന്ന് 10 A+. 10 A+. ഒരു 20 A+ വാങ്ങണ്ടേ? 20 എന്റെ പാർട്ടിക്ക് ഒരു ബലം വേണ്ടേ? സാമ്പാർ വെച്ചുപോയി.
ഇല്ലെങ്കിൽ എടുത്തിടായിരുന്നു കിഴങ്ങിന് പകരം. ഇങ്ങനെ മെമ്പറായി ആരാക്കി? അപ്പൊ ഒരു കാര്യം ചെയ്യാം. അപ്പൊ ഇനി മുതൽ ഇവൻ നിങ്ങളുടെ മോനല്ല. എന്റെ മോനല്ലേ? അയ്യോ. എനിക്ക് പണ്ടേ അവളെ സംശയം ഉണ്ടായിരുന്നു. അതല്ല. എന്റെ ആഹാ, വിജയിച്ചെന്ന് കേട്ടപ്പോ അച്ഛഞ്ഞ് വന്നല്ലേ? അയ്യോ, അതല്ലെന്നും ഈ പഞ്ചായത്തിന്റെ മോനാണ്. അങ്ങനെ അതുകൊണ്ട് ഇവന് ഈ പഞ്ചായത്ത് ദസ് എടുക്കാൻ പോവുകയാണ്. അയ്യോ അതൊന്നും ആവശ്യമില്ല, പോവാൻ പറച്ച. എടാ, വൈകുന്നേരം ഒരു സമ്മേളനം നീ വന്നേ പറ്റുള്ളൂ. അതെന്തിന് പറഞ്ഞു? ഞാൻ ഇവനെ കൊണ്ടുപോകും. പറ്റത്തില്ല. ഒരു സമ്മേളനം ഇവനെ കൊണ്ടുപോകുന്നു. വിട്ടുതരത്തില്ല. അതെന്ത് വിട്ടുതരാത്ത? തരത്തില്ലാന്ന്. അതെന്ത് വിട്ടുതരാത്ത? ഒരു കക്കൂസിന്റെ ലോണിന് വേണ്ടിട്ട് തേരാ പാര ഒരു 10-16 പ്രാവശ്യം ഞാൻ ആ പഞ്ചായത്തിൽ കയറി നടന്നോ. എനിക്ക് ഈ കക്കൂസിന്റെ ലോൺ തന്നോ മെമ്പർ? അതിന് പകരമല്ലേ കോഴിക്കോടും 10 കോഴിയും തന്നത്. രാവിലെ കഴിച്ചൊരു വീടിയും വലിച്ചു ഞാൻ ആ കോഴിക്കൂട്ടിനകത്ത് കയറി ഇരുന്നാ മതിയോ? അത് വിട്. മോർണിംഗ് വന്നാണ്. മോർണിംഗ് വന്നാണ്. ഇനിയിപ്പോ ഇവൻ പഠിച്ചു വളർന്ന് വലിയ ആളാവുമ്പോഴത്തേക്ക് കക്കോസ്, ബംഗ്ലാവ്, കാറ് എല്ലാം സെറ്റപ്പ് ആവുമല്ലോ. എനിക്ക് വലിയ ആളാവണം. മോൻ ആരാവണം? അതെ, എനിക്ക് ഒരു SI ആവണം. എന്റെ കുടുംബത്തിലൊരു SI. അണ്ണന്റെ കുടുംബത്തിൽ ഒരു SI. നമ്മൾ ഇവിടുത്തെ സ്റ്റേഷനിൽ ഒരു SI വന്നത് മെമ്പറായി എനിക്ക് നെളിഞ്ഞൊക്കെ നിൽക്കണ്ടേ? അഭിമാനം. നിനക്ക് വേണ്ടി ഞാൻ ടൗണിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് അറിയാമോ? മന്ത്രിയെ വിളിക്കാം. മന്ത്രി പാർട്ടി ഓഫീസല്ലേ? എടാ, നമ്മുടെ ഉണ്ണിക്കുട്ടൻ അവൻ +2 ജയിച്ചില്ലേ? അപ്പൊ നമുക്ക് ഒരു സ്വീകരണം കൊടുക്കാൻ വേണ്ടി ജംഗ്ഷനിൽ വലിയൊരു സ്റ്റേജ് വേണം. സ്റ്റേജാ? വേണ്ട. വേണം വേണം. പിന്നെ ഒരു എങ്ങനെ ഒരു 1000 പേര് വരത്തില്ലേ? ഒരു 1000 കസേര വേണം. 1000 കസേര വേണം. വേണോ? വേണ്ട. വേണം. പിന്നെ ഒരു 3 ഫുള്ള്. 3 ഫുള്ള്? ആ, അത് വേണം. എനിക്കാ. നിനക്കല്ലേ? എനിക്ക് മനസ്സിലായി. നീ അങ്ങനെ കൂറ്റണ്ട കേട്ടോ. അപ്പൊ ഒരു കാര്യം ചെയ്യ്, അണികളൊക്കെ പുറത്ത് നിൽപ്പുണ്ട്. അവരുടെ അടുത്ത് തോരണം കെട്ടാനും ഫ്ലക്സ് വെക്കാനുള്ള കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ട് ഞാൻ പെട്ടെന്ന് വരാം കേട്ടോ. കാര്യങ്ങൾ എടോ അറിയട്ടെടാ, എല്ലാരും അറിയട്ടെ. ഇത് എല്ലായിടത്തും പറ. ഇത് ഇനി മേലെ വേറെ അച്ഛൻ വേറെ ആർക്കൊന്നും പറയരുത്. ഞാൻ പറഞ്ഞേക്കാം. കോള് പറഞ്ഞു കളഞ്ഞാലോ? വേണ്ട. ഹലോ. ഓ ഉണ്ണിക്കുട്ടാ, ഏത് ബന്ധു വെച്ചാ വിളിച്ചേ? നിന്റെ സ്കൂളിലെ ഹെഡ് മാസ്റ്ററാ വിളിച്ചത്. അമ്മച്ചിയെ എന്തോ പറഞ്ഞു? എടാ, നീ പറഞ്ഞ് പറ്റിക്കായിരുന്നല്ലടാ പട്ടി. എന്നെ ഇന്ന് കൊല്ലുവടാ. 10 വർഷം കൊണ്ട് 100% വിജയം കൊയ്തോണ്ടിരുന്ന സ്കൂളാ. ഇവ ഒറ്റ ഒരുത്തം കാരണം 90%. നീ തോറ്റല്ലേടാ? ഞാൻ എങ്ങനെയാ ഇനി ഈ നാട്ടുകാരെ മുഖത്ത് നോക്കൂ? അതാണോ അച്ഛന്റെ പ്രശ്നം? ഇങ്ങനെ അങ്ങ് നോക്കിയാ മതി. ഞാൻ ഇവരടുത്തൊക്കെ എന്ത് പറയൂടാ? മലയാളം പറയൂ. ഞാൻ ജയിലിൽ പോകും. ഞാൻ പറഞ്ഞേക്കാം. അല്ല, ഇതന്നെ നിന്നെ കൊന്നിട്ട് എന്തിനാടാ? ഇതിന് കാരണക്കാരൻ ഞാനല്ലേ? ഞാൻ തൂങ്ങിച്ചാവൂടാ. അയ്യോ, ഞാൻ എന്റെ ദൈവമേ, എരണക്കേടിന് ഒരു ബുള്ളറ്റിന് വേണ്ടി എന്തൊക്കെ പറയേണ്ടി വന്നു. നിന്റെ കണ്ണു മുമ്പ് ഞാൻ തൂങ്ങിച്ചാവും. അച്ഛാ, ഒരു കാര്യം പറയാം. കള്ളം പറഞ്ഞ് ഞാനല്ലേ? ഞാൻ തൂങ്ങിച്ചാവാം. ഇല്ല, ഞാൻ തൂങ്ങിച്ചാവാം. ഞാൻ തൂങ്ങിച്ചാവും. ഞാനല്ലേ അച്ഛൻ്റെ അടുത്ത് കള്ളം പറഞ്ഞു? ഞാൻ തൂങ്ങിച്ചാവും. പറ്റത്തില്ല അച്ഛൻ, പറ്റത്തില്ല. ഞാൻ പറഞ്ഞു ഞാൻ ചാവും. കയറി വിടണം അച്ഛൻ, ഞാൻ ചാവും. വിട്ടുകൊടുക്കല്ലേ? അച്ഛനാണെന്ന് നോക്കണ്ട, വലിച്ചു വിടും. വലിയ വടംവലി മത്സരമല്ല ഇത്. പിന്നെ ഞാൻ മരിക്കാൻ വേണ്ടിട്ട് കയറെടുത്താ തൂങ്ങിച്ചാവാൻ. എടാ, ഒരു A+ വാങ്ങി ജയിച്ചപ്പോ നീ മരിക്കാൻ പോകുന്ന? ആര് ജയിച്ചെന്ന്? ഇല്ലേ, ഇവ എല്ലാ വിഷയത്തിനും തോറ്റു മെമ്പറേ. തോറ്റാ? പിന്നെ ഇവൻ കള്ളം പറഞ്ഞല്ലേ? എന്റെ സ്റ്റേജിന്റെ പൈസ പോയാ? പോയി. 1000 കസേരയുടെ പൈസ പോയാ? പോയി. 3 കുപ്പി എടുക്കാൻ കൊടുത്ത പൈസ അത് പോയല്ലോ. ഇതിനെല്ലാത്തിനും കാരണക്കാരൻ ഇവനാ. എടോ ഇങ്ങോട്ട് ഇല്ല, ഞാൻ ബുള്ളറ്റ് മേടിച്ചു തരാന്ന് പറഞ്ഞോണ്ട് അച്ഛൻ. എന്തോ ഇന്ന് കൊല്ലൂടാ. എന്നെ എന്നെ ഈ നാട്ടുകാർ മുമ്പ് നാണം കെടുത്തി. എനിക്കിനി ജീവിക്കണ്ട. നാണം കെടുത്തിയല്ലേ? എനിക്കൊരു ബുള്ളറ്റ് വേണമായിരുന്നു, അതുകൊണ്ടല്ലേ. മെമ്പർ, നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ഞാൻ പറയുന്നത് നിങ്ങൾ കേള്. ഇവന്റെ അമ്മ എന്റെ ഈ കയ്യിലേക്ക് അവനെ പ്രസവിച്ചിട്ടത്. അതിനുശേഷം ഞാൻ ഇവനെ തേനെ പാലെന്ന് പറഞ്ഞ വളർത്തി വലുതാക്കിയത്. അച്ഛൻ അങ്ങനെയാണെങ്കിൽ വല്ല ഹോം നേഴ്സ് ആയിട്ട് പോകൂടായിരുന്നു. അമ്മ തല്ലിയല്ലേ അച്ഛനെ? വേണ്ടായിരുന്നു. അത് 17 വർഷം മുമ്പ് ആലോചിക്കണമായിരുന്നു. തല്ലിയത് വേണ്ടായിരുന്നു. അങ്ങനെ ഇനി തല്ലല്ലേ? ഞാൻ പറയുന്നത് കേള്. പോയി ചാവടാ. വാ. അവൻ തോറ്റതിന് ജയിച്ചെന്നൊരു കള്ളമല്ലേ പറഞ്ഞോളൂ, അല്ലാതെ ആത്മഹത്യ ചെയ്യാനൊന്നും പോയില്ലല്ലോ. എന്നാലും അങ്ങനെയാണോ ഇത്? എന്റെ അണ്ണ, ഈ തോൽവികൾ ഏറ്റുവാങ്ങിയവരെ ജയിച്ചിട്ടുള്ളൂ.
ഒരുപാട് തോൽവികൾ ഏറ്റുവാങ്ങിയവരാണ് ഇപ്പൊ മഹാന്മാരായിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ അവനെ അടിക്കെ പിടിക്കുകയൊന്നും ചെയ്യണ്ട. അടുത്ത വർഷം അവൻ പരീക്ഷ എഴുതി പാസ്സായിക്കോളും. പാസ്സാവും എന്നാ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ തോറ്റ മഹാനോടൊപ്പം. ഏത് മഹാനോടൊപ്പം? ഈ മഹാനോടൊപ്പം. അപ്പൊ ഞാൻ ഫണ്ടിൽ നിന്ന് എടുത്ത കാശ് അത് പോയല്ലോ. നല്ല കൈയടി. +2 10ന്റെ ഒക്കെ റിസൾട്ട് വന്നിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് കേൾക്കാൻ പറ്റിയ കാണാൻ പറ്റിയ ഒരു സ്കിറ്റായിരുന്നു. പക്രുച്ചേട്ടാ, തരക്കേടില്ലാത്തൊരു സ്കിറ്റായിരുന്നു കേട്ടോ. പ്രധാനപ്പെട്ടൊരു പോയിന്റ് ഇതിനകത്ത്, ഇതിൻ്റെ ക്ലൈമാക്സിലൊരു മെസ്സേജ് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് സ്കിറ്റുകളിലൊന്നും അങ്ങനെ അധികം നമ്മൾ കാണാത്തൊരു കാര്യമാണ്. കാരണം ഈ ജയവും തോൽവിയൊന്നും ഇതിനകത്തൊന്നുമല്ല. യഥാർത്ഥത്തിൽ തോൽക്കുന്നവനാണ് പിന്നീടുള്ള വിജയി എന്നൊക്കെ പറയുന്ന സാധനങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ നല്ല എലമെൻ്റായിട്ട് നിങ്ങൾ എൻഡിൽ കൊണ്ടുവന്നു. അതെടുത്ത് പറയേണ്ടതാണ്. കാരണം ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ അല്ല എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നത്തിൽ കുട്ടികൾ വീട് വിട്ടു പോവുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനെയൊന്നും വെച്ച് നമുക്ക് ഭയങ്കരമായിട്ട് തമാശ ഉണ്ടാക്കാനുള്ള സാധ്യതയുള്ള കാര്യമല്ല. പക്ഷേ ഇതിനകത്ത് നിങ്ങൾ കുരുത്തം കെട്ടവൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാട്ടും ആ ക്യാരക്ടറിനെ അങ്ങനെ തമാശൻ്റെ രീതിയിലൂടെയൊക്കെ കൊണ്ടുവന്നിട്ട് അവിടെ ഇവിടെയായിട്ട് കുറച്ച് നല്ല നല്ല തമാശകളുടെ എലമെൻറ്റുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതിനു മുമ്പ് ഇതിനേക്കാൾ കുറച്ചുകൂടെ പടക്കൻ സ്കിറ്റുകളൊക്കെ നിങ്ങൾ ചെയ്തിട്ടിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ഒരു ചെറിയ തണുപ്പം മട്ടിൽ അങ്ങനെ ഇരുന്ന് കണ്ടു എന്ന് മാത്രമേ ഉള്ളൂ. കുഴപ്പമില്ലാതെ പോയ നല്ല ഫീൽ ഗുഡ് ഒരു സ്കിറ്റ്. താങ്ക് യു ബിജുക്കുട്ടൻ ചേട്ടാ. ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ മറ്റുള്ള സ്കിറ്റുകൾ വെച്ച് നോക്കുമ്പോൾ ചെറിയൊരു തണുപ്പുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ഒരു കണ്ടന്റ് നമുക്ക് ഈ ഒരു അവസരത്തിൽ പ്രയോഗിക്കാൻ പറ്റിയൊരു സാധനമാണ്. കാരണം അതിൻ്റെ റിസൾട്ടൊക്കെ അറിഞ്ഞ് നിൽക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഫ്ലെക്സ് വെക്കണ കാലം ഒരുപാട് അല്ലേ, കുറേ ആയിട്ടുണ്ട്. എല്ലായിടത്തും ഫ്ലെക്സ് ഉണ്ട്. ഒരു സന്തോഷമാണ് അത്. പിന്നെ അവർക്കൊരു പ്രോത്സാഹനമാണ്. അങ്ങനെ ആ ഒരു കണ്ടന്റ് പിടിച്ച് തന്നെ നല്ലൊരു പ്ലസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നല്ല സ്പീഡ് ഉണ്ടായിരുന്നു കളിക്ക്, ഭയങ്കര ലാഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. മറ്റുള്ള നമ്മുടെ ടീമുകളുടെ സ്കിറ്റും വെച്ച് നോക്കുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് നിലവാരം വന്നില്ല ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ എന്തായാലും ഇതിലും മനോഹരമായിട്ടുള്ള സ്കിറ്റ് കൊണ്ടുവരണം. നമുക്ക് നല്ല പൈസ വാങ്ങണം കേട്ടോ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു നസീർക്ക. നിങ്ങളെടുത്ത കണ്ടന്റിന് നല്ലൊരു പുതുമയുണ്ടായിരുന്നു. കാര്യം അതിൻ്റെ കാരണവും നല്ലതാണ്. ചെറുക്കൻ്റെ ആഗ്രഹം ഒരു ബൈക്ക് വാങ്ങിക്കുക, അത് അച്ഛനെ കൊണ്ട് വാങ്ങിക്കുക. വിവരമില്ലാത്ത ഒരു അച്ഛനോട് ഞാൻ 10 വിഷയത്തിനും A+ നേടിയെന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കുന്ന ഒരു അച്ഛൻ കാരണം നല്ലതാണ്, നല്ല കാരണമാണ്. പക്ഷേ ഇപ്പം നിങ്ങൾ ഉൾപ്പെടെ ഇവിടെ നമ്മുടെ ഈ വേദിയിൽ നടക്കുന്ന ഓരോ സ്കിറ്റുകളും നോട്ട് ചെയ്താൽ എല്ലാം ഒന്നിനൊന്നിന് മെച്ചമാണ്. കാര്യം ചിരിയുടെ കാര്യത്തിൽ നമുക്ക് ആ ചിരിയുടെ ലെവലിലേക്കാണ് വരുന്ന എല്ലാ ടീമുകളും എത്താനായിട്ടുള്ള ആഗ്രഹം അല്ലേ. നിങ്ങൾ ഉൾപ്പെടെ നിങ്ങൾ കഴിഞ്ഞ സ്കിറ്റൊക്കെ എന്ന് പറഞ്ഞാൽ ഗംഭീരമായിട്ട് നിൽക്കുന്നതല്ലേ. ആ ഒരു ലെവലിലേക്കുള്ള നമ്മളൊരു ചിന്തയും കൂടെ കൊണ്ടുവരണം. അടുത്ത പ്രാവശ്യം നമ്മൾ സ്കിറ്റുകൾ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ലെവൽ ഏതാണ്, ആ ലെവലിൻ്റെ മേളിൽ കയറാനായിട്ടുള്ളൊരു പടി നിങ്ങളായിട്ട് ചവിട്ടി ഉണ്ടാക്കണം. നമ്മുടെ ഷോയെ ഇതിലും മേളിലേക്ക് ആക്കേണ്ട ഉത്തരവാദിത്തം ഞങ്ങളെക്കാട്ടിൽ കൂടുതൽ നിങ്ങൾക്കാണ്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു നസീർക്ക. അപ്പോൾ ഈ കുരുത്തം കെട്ടവൻ്റെ മാർക്സ്? കുരുത്തം കെട്ടവന് ഞാൻ ആദ്യം ഒരു 7000 രൂപ കൊടുക്കുക. 7000 രൂപ. ഇത് കൊടുത്തേടാ. ഞാനും ഒരു 7000 രൂപ കൊടുക്കാം. 14000 രൂപയായിട്ടുണ്ട്. പക്രുച്ചേട്ടാ ടോട്ടൽ അയച്ചോ? ടോട്ടൽ എമൗണ്ട് 25,000 രൂപ. കുറവാ, പക്ഷെ കുഴപ്പമില്ല. അടുത്ത പ്രാവശ്യം നമുക്ക് ഉഷാറായിട്ട് നല്ലൊരു സ്കിറ്റ് മാർക്ക് വാങ്ങിക്കാം. പ്രസാദേട്ടാ ഏട്ടാ നമ്മൾ വാങ്ങിക്കും. ഓക്കെ, ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ ടീം കോട്ടയം. കോട്ടയംകാർ വിഷ്ണുണ്ട്, അമലുണ്ട്, ബാസ്റ്റിനുണ്ട്. ഒരു നല്ല കൈയടി. ആരില്ല, മരിക്കാൻ പറ്റിയ സാഹചര്യം. ഈശ്വരാ, ഞാൻ നിന്റെ അടുത്തേക്ക് എത്തുവാ, എന്നെ രക്ഷിക്കണേ. എന്നാലും ഒരു 2-3 പേരില്ലാതെ എങ്ങനെയാ ഞാൻ ചാവുന്നത്? ഇൻസ്റ്റാഗ്രാമിൽ ലൈവ് പോവാം, അതായിരിക്കും നല്ലത്. വാ. എൻ്റെ ദൈവമേ, ജീവിച്ചിരുന്നപ്പോൾ ആരും തിരക്കുന്നില്ല. എടാ, ലൈവ് വരുമ്പോഴേലും ഒരു 10 പേര് വാടാ. ഹായ് ഫ്രണ്ട്സ്, ഞാനാണ് നിങ്ങളെ അച്ചു ആറ്റിൽ. ഞാനിപ്പോ എവിടെയാ നിൽക്കുന്നതെന്ന് അറിയാമോ? എവിടെയാണെങ്കിലും തിരിച്ച് നാട്ടിലോട്ട് വരരുത് ഭാസ്കരൻ. എടാ പട്ടി, എടാ എന്റെ കയ്യിൽ നിന്ന് മേടിച്ച 150 രൂപ ഇന്ന് തന്നെ എന്റെ തള്ളടായി തിരിച്ചു കൊടുത്തോളാം കേട്ടോ. ഇല്ലെങ്കിൽ പ്രേതായിട്ട് വന്ന് നിന്നെ കാടിക്കും ഞാൻ. ഹലോ ഗായ്സ്, ഇത് കണ്ടോ? ഈ ആറ്റിലച്ചു എവിടെ കിടക്കുന്നെന്ന് റെയിൽവേ ട്രാക്കിൽ. കണ്ടന്റ് കൊള്ളാം, പക്ഷെ പെർഫോമൻസ് പോരാ. രാജേഷ് പാണാവള്ളി ചാവാൻ പോകുമ്പോ പോലും എന്നെ വെറുതെ വിടുത്തല്ലെന്ന് പറഞ്ഞാ ഞാനിതെന്നാ ചെയ്യുമെന്ന് പറയുന്നത്. ദൈവമേ, ഞാൻ നിന്റെ അടുത്തേക്ക് വരികയാണ്. ഫ്രണ്ട്സ്, ഇത് കണ്ടോ? എല്ലാവർക്കും ഗുഡ് ബൈ. ഉമ്മ ഗുഡ് ബൈ. ഓൾ ദി വെരി ബെസ്റ്റ്. ആറ്റിൽ അപ്പുക്കുട്ടൻ, എൻ്റെ അച്ഛൻ.
എങ്ങനെ ശരിയാവും പറ. ഒരു മകനെ പ്രോത്സാഹിപ്പിക്കുന്ന തന്ത നോക്ക്. ബൈ, ഞാൻ ചാവാൻ പോവാണേ. എനിക്കൊന്നും അറിയണ്ട. ഈശ്വര, ജീവിതമേ പോക്കായി. എന്നെ ട്രാക്കിലെങ്കിലും മരിക്കാം, സൗകര്യമായിട്ട് മരിക്കാം. തലവണ, ആ തുണി ചത്ത് കളഞ്ഞാലും ചമന്ന് കിടക്കണമെന്നാണല്ലോ ചൊല്ല്. അതുകൊണ്ട് ഇരിക്കട്ടെ. വാ ദൈവമേ, ഞാൻ നിന്റെ അടുത്തേക്ക് വരുവാ. രക്ഷിക്കണേ, വേദനിപ്പിക്കാതെ കൊല്ലണേ. ആ സൈറൻ മുഴുകി. യുവർ ടൈം സ്റ്റാർട്ട് നൗ. നിർത്ത് നിർത്ത് നിർത്ത്. അയ്യോ പാട്ട് പോട്. ഞാൻ എന്റെ ദേഹത്തോടെ കയറിയില്ല. പറ്റിച്ച് എന്റെ ജീവിതത്തിൽ ഇന്നവരെ രണ്ട് പേരെ എന്നെ തേച്ചിട്ടുള്ളു. ഒന്നിന്റെ കാമുകിയും, 2 ഇന്ത്യൻ റെയിൽവേയും. ഇത് ഞാൻ ക്ഷമിക്കത്തില്ല. സാരില്ല, അടുത്ത ട്രെയിൻ വരുമല്ലോ. ഞാൻ വെയിറ്റ് ചെയ്യാലോ. എന്താ വിഷയം? എന്തായാലും ഇന്ന് ഞാൻ ചത്തിട്ടേ വീട്ടിൽ ചെല്ലത്തുള്ളൂ. ഒറ്റത്തുമ്പി നിക്രേ മുള്ളി ഞാൻ കണ്ടില്ല, നീ കണ്ടോടി? പ്ലാറ്റ്ഫോമിൽ സ്നഗിയാണ്. ഈ പ്ലാറ്റ്ഫോമിലൊക്കെ കൊണ്ട് സ്നഗി ഇടണവന്മാരെ ക്യാമറ ഇട്ട് പിടിക്കണം. ചുമ്മാ അണ്ടേ അതന്നെ. അത് വലിയ സ്നഗിയോ? പിന്നെ ആരെങ്കിലും പൊതുങ്ങി കൊണ്ട് എന്തെങ്കിലും പാപ്പ ഇട്ടേച്ച് പോയേക്കണാണോ? ആ മനുഷ്യനാ. എന്തുവാ ഇത്? ഉറങ്ങാനും സമ്മതിക്കുക? ഉറങ്ങുമായിരുന്നു. എന്നാ കിടന്നു. ഒറ്റത്തുമ്പി നിക്കറ് എടാ മറ്റവനെ. എന്തുവാ സാറേ ഇവിടെ കടന്നുറങ്ങാൻ സമ്മതിക്കുന്നത്? കിടന്നുറങ്ങാൻ ഇതെന്നാ ബെഡോ? ഇങ്ങോട്ട് എഴുതി മാറണം ഇങ്ങോട്ട്. ഇത് ചോദിക്കാൻ നിങ്ങളാരാ? ഞാൻ ആരാന്നോ? എടാ ഞാൻ പഞ്ചായത്തിൽ നിന്ന് കൊതുകിനെ മരുന്നടിക്കാൻ വന്ന ഗണേശൻ. ആഹാ, എന്നാ പോയി മരുന്നടിച്ചിട്ടോ, ഞാൻ റെസ്റ്റ് എടുക്കാം. അതാണോടാ കൊതുമ്പ് ചെയ്യുമ്പോ ഞാൻ നിന്നോട് പറഞ്ഞത്. ഇങ്ങോട്ട് ഇറങ്ങി മറക്കടാ ഇങ്ങോട്ട്. ഇവിടെ കിടക്കാൻ പറ്റത്തില്ല. എന്തൊരു ശല്യമാന്ന് പറയുന്നത്. പിന്നെ എന്നാലും അവൻ പറഞ്ഞാ കേട്ട്. ഇവിടെ കിടക്കാമല്ലോ. ആണ്ട് അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ ഇപ്പൊ കിടക്കുന്നത്. ഇവിടെ ഒന്നും കിടക്കാൻ പറ്റത്തില്ലെന്ന് പറയും. ഇത് തനിക്ക് ശ്രീധനം കിട്ടിയ സ്ഥലമൊന്നും അല്ലല്ലോ. ഇതൊക്കെ ഇന്ത്യൻ റെയിൽവേയിലാണ്. ഇവിടെ കിടക്കാൻ പറ്റത്തില്ല. അല്ല നീ എന്തിനാ ഇവിടെ വന്ന് കിടക്കണത്? പച്ചപ്പാതിരാക്കി ഇവിടെ ഒരുത്തം വന്ന് കിടക്കുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ലേ? ചെടിക്ക് മരുന്നടിക്കാനല്ല, ചാവാനായിട്ടാണ്. ചാവാൻ വേണ്ടിട്ടായിരുന്നു. ചാവാനായിരുന്നു. വല്ല മരത്തെ കെട്ടി തൂങ്ങി ചാവോ, വല്ല വിഷം കുടിക്കോ, വല്ല ആറ്റി ചാടുവോ ചെയ്യടാ. നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ മോട്ടിവേഷൻ ചെയ്യുന്നത്? നിനക്ക് ജീവിക്കാൻ വലിയ താല്പര്യമില്ല. പിന്നെ ഞാനായിട്ട് എന്തിനാണ് നിന്നെ പ്രോത്സാഹിപ്പിച്ച് അങ്ങ് മേലിൽ കയറ്റി വെക്കണത്? അതുകൊണ്ട് ഇവിടെ കിടന്ന് ചാടാൻ പറ്റത്തില്ല. നീ ഇവിടെ കിടന്ന് ചത്ത അത് എന്റെ തലക്കരിക്കും. പോടാ. പോടാ. നിന്റെ പേരെന്താന്നാ പറഞ്ഞത്? അച്ചു ആറ്റിച്ചാടി. അല്ല നീ എന്തിനാണ് ഇവിടെ കിടന്ന് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി വന്നേക്കണത്? സാറേ, അത് വലിയൊരു കഥയാ. എന്നാ പറഞ്ഞു. എന്റെ കാമുകി എന്നെ തേച്ചിട്ട് പോയി. ഓ, ഫ്രഷ് കണ്ടന്റ്. ഈ കണ്ടന്റിൽ ആരും ലോകത്ത് ആത്മഹത്യ ചെയ്തിട്ടില്ല. അല്ല ഇത് മാത്രമാണ് നിനക്ക് ആത്മഹത്യയുള്ള കാരണം? അല്ല പിന്നെ സാറേ, ഞാനൊരു വലിയ കലാകാരനാ. ആണോ? എന്നിലെ കലാകാരനെ എന്റെ നാട്ടിലോ വീട്ടിലോ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. അത് മോശമായി പോയി. എനിക്ക് കലാകാരന്മാരെ വലിയ ഇഷ്ടം. ഇയാൾ എന്ത് കലാകാരനാണ്? ഞാൻ വലിയൊരു എഴുത്തുകാരനാണ്. എഴുത്തുകാരനാ? എന്റെ പുതിയൊരു കവിത ഉണ്ട്, വലിച്ച്. അത് കേൾക്കണവരാണോ വലിക്കുന്നത്? ഇയാൾ ഞങ്ങൾക്ക് വേണ്ടി ആ കവിത ഒന്ന് പാടി കേൾപ്പിക്കാമോ? നിർബന്ധമാണോ? നിർബന്ധമാണ്. എന്നാ ഞാൻ പാടിയേക്കാം. അയ്യോ ട്രെയിൻ പിന്നെ മാറി. അല്ല, ഞാൻ ഈണം പിടിച്ചാണ്. എന്നാ ബാക്കി പഠിക്കാം. പെൻസിലിന്റെ മൂട്ടിലും റബ്ബർ, ഓടുന്ന കാറിന്റെ മൂട്ടിലും റബ്ബർ, ഇത് കേൾക്കുന്ന ചെലവന്റെ വയറും റബ്ബർ, ഇത് പാടുന്ന എന്റെ നട്ടല്ലും റബ്ബർ. എന്റെ ദൈവമേ, ട്രെയിൻ ഇത്ര നേരമായിട്ട് വന്നില്ലല്ലോ. അതിനിപ്പോ പറയാൻ കാരണം നിന്നെ തള്ളിയിട്ട് കൊല്ലായിരുന്നു. അവന്റെ റബ്ബർ. സാറ് തള്ളിയിട്ട് കൊല്ലാൻ നിൽക്കണ്ട, ഞാനായിട്ട് തന്നെ ചത്തോളാം. സാറേ, നമ്മുടെ പെയിന്റ് പാട്ട പോലെ ഇരിക്കുന്ന ഒരു ട്രെയിൻ ഉണ്ടല്ലോ. പെയിന്റ് പാട്ട പോലെ ഒരു ആപതില്ലാത്ത ട്രെയിൻ. അത് തന്നെ. എന്റെ ദൈവമേ, അതിന്റെ മുമ്പിൽ പോയി ചാടരുത്. അതൊക്കെ ഒരു പ്രാർത്ഥനയിൽ ഓടിപ്പോണതാ. എങ്ങനെ ചെന്ന് അതിൽ കയറി കൊടുത്താ ആ എഞ്ചിൻ അടക്കം നിന്നു. അതുകൊണ്ട് അതിന്റെ മുമ്പിൽ ചാടല്ലേ. അല്ല, ഈ മരിക്കാൻ കിടക്കണ നീ എന്തിനടി വടിയായിട്ടൊക്കെ വന്നേക്കണേ? അത് ചോദിക്കും സാറേ. സാറേ, പണ്ട് ഞാൻ 5ാം ക്ലാസ്സിൽ പഠിച്ചോണ്ടിരുന്നപ്പോ എന്റെ കൂടെ പഠിച്ചോണ്ടിരുന്ന ആദ്യത്തിന് എന്നെ ചിമ്പാൻസി എന്ന് വിളിച്ചു സാറേ. അവനെ തല്ലി കൂട്ടിയിട്ട് വരുന്ന വരവായത്. എടാ, 5ാം ക്ലാസ്സിൽ ചിമ്പാൻസി എന്ന് വിളിച്ചാൽ നീ ഇപ്പോഴാണ് അവനെ തല്ലണത്. ഈ ചിമ്പാൻസി എന്ന് പറഞ്ഞ സാധനത്തിന് ഇന്നലെ മൃഗശാല പോയപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഈ ചിമ്പാൻസിനെ കാണാൻ എങ്ങനെയുണ്ട്? കാണാൻ എന്നെ പോലെയല്ല, താടിയൊക്കെ ഒതുക്കമുണ്ട്, മൂക്ക് ഇത്രയില്ല, ചപ്പിളിച്ച് വെച്ചിരിക്കുക, പിന്നെ തലമുടിയൊക്കെ ഒതുക്കി ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ നിന്നെയൊക്കെ കാണാൻ കൊള്ളാം. അതിലെ പോലെ വീട്ടിലും പോകാൻ പറ്റും. മീനേ 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 സാറേ, മീൻ വേണം സാറേ. വേണ്ട. മീനേ മീനേ. ഇന്നർ ബനിയനിട്ട പോണ്ടേ? ഓ, ഇവിടെ വന്നടാ. എന്താ നിന്റെ കൊട്ടയില്? സാർ മീനാ സാർ. മീനാന്നോ? അന്നൊന്ന് കാണിച്ചു നോക്കട്ടെ. ഇല്ല സാർ, പിടയ്ക്കുന്ന മീന ചിലപ്പോ താഴെ വെച്ചാൽ ചാടി പോകും. ആണല്ലേ? അയ്യോ പാവം, ഏതോ പാവം മീൻകാരനാ. അച്ഛൻ പഠിച്ച ഒരു വലിയ ജോലിക്ക് കയറിയല്ലേ? അതിനെങ്ങനെ? അല്ല, ഈ വർത്താനം കേട്ടപ്പോ തോന്നി സാറാണ് വേറെ. ഇവിടെ വന്നടാ. യെസ് സാർ.
ഇതെന്നെ നടന്നത് റെക്സോനയുടെ സോപ്പോ അല്ല നിന്റെ കൊട്ടയും എടുത്തതാണ്. ഞാൻ പറഞ്ഞില്ല സാർ പിടയ്ക്കുന്ന മീനാണ് ചിലപ്പോ ഒരു കുരുവില്ല, നീ അതങ്ങ് എടുത്ത് അല്ല സാർ ചാടിപ്പോ മോനെ പിടിച്ചടാ. അല്ല ആഹാ, എല്ലാ മീനും പിടിക്കുന്നുണ്ടല്ലോ, പടക്കുന്നുണ്ടല്ലോ. റെയിൽവേയുടെ കല്ല്, റെയിൽവേയുടെ ഇരുമ്പ്, റെയിൽവേയുടെ കമ്പി. എടാ ഗവൺമെന്റ് പോലും ഇന്ത്യൻ റെയിൽവേനെയും കൊണ്ട് ഇത്രയും ലാഭം ഉണ്ടാക്കിയിട്ടില്ലല്ലോടാ. ഇതൊക്കെ നീ ഇന്ന് പിടപ്പിച്ച് കാണിച്ചടാ. ആരാ നീ? നീ എന്തിനാണ് ഇതൊക്കെ മുട്ടിച്ചോട് നടക്കണത്? സാർ അങ്ങനെ പറയരുത്. എന്തിനാ മോട്ടിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ സാർ അറിയോ? 2 മാസമായിട്ട് ഞാൻ പട്ടിണിയില്ല. പട്ടിണി കിടക്കുന്ന വയറ് നോക്കിയ പഴയ കഞ്ഞിക്കലം പോലെ. നീ വന്നടാ. എടാ നീ ഈ സാധനങ്ങളൊക്കെ കട്ടും മുട്ടിച്ച് വിൽക്കണോണ്ട് നിനക്ക് എന്ത് ഗുണമാണ് ഉണ്ടാകുന്നത്? എന്നാ ഗുണമെന്നോ? എന്റെ പൊന്ന് സാറേ, നിങ്ങൾക്ക് വേണ്ടാത്ത ഈ ആക്രിയെല്ലാം കൂടെ പെറുക്കി ഞാൻ ഡെയിലി വിറ്റ് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന തുക 2000. ഈ 2000 ഇൻറ്റു 30 കൂട്ടുമ്പോൾ എത്ര വരും? 60,000. ഈ 60,000 രൂപ കിട്ടണമെങ്കിൽ ഞാൻ ഡെയിലി 3 മണിക്കൂർ ജോലി ചെയ്താൽ മതി. പറയൂ സുഹൃത്തെ, അങ്ങനെയെങ്കിൽ ഞാൻ ചെയ്യുന്ന ജോലി ആത്മാർത്ഥമായിട്ടുള്ള ജോലി. സൂപ്പർ ജോലി, എനിക്കറിയാം. കേന്ദ്ര ഗവൺമെന്റിൽ ജീവനക്കാരൻ്റെ നൂലിന്റെ കൊന്ത, അവന്റെ പൊന്നും കുരിശ്. പണിയെടുക്കില്ല. UPSC ഒക്കെ പഠിക്കുന്ന സമയത്ത് അവന്റെ കൂടെ കക്കാൻ പോയാൽ മതി. നാളെ ഞാനും പണിക്ക് വരട്ടെ. അടിച്ച് കിറി പൊട്ടിക്കും. പോടാ നിന്നെയൊക്കെ ഞാൻ ശരിയാക്കി തരാം. ആ കയറെടുക്കടാ, ആ കയറെടുക്കടാ, കെട്ടടാ കള്ള. എടാ പൊതു മുതൽ നശിപ്പിക്കണം ഒരുത്തിനെ ഞാൻ വെറുതെ വിടത്തില്ല. എന്റെ കൈ കൂടി ചേർത്ത് കെട്ടിക്കോ, അല്ലെങ്കിൽ ഇവൻ ഓടും. നിന്നെ ഞാൻ ഇങ്ങനെ ശിക്ഷിക്കണം സാറേ. കൂട്ടി കെട്ടിക്കഴിഞ്ഞാൽ ബ്ലഡ് സർക്കുലേഷൻ ഇഷ്യൂസ് ഉണ്ടാകും. ഒരു ഗുരുവില്ല. ഞാൻ എന്തെങ്കിലും വന്നാൽ നിന്നെ എടുത്താൽ ആശുപത്രി പോകും. അങ്ങനെയെങ്കിൽ സാറേ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? സാർ എന്നെ കെട്ടാൻ പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ എന്നെ കെട്ടാൻ വേണ്ടി ഇവനെന്തിനാ നടക്കുന്നത്? എടാ അവനിവിടെ സൂയിസൈഡ് ചെയ്യാൻ വന്നവനോ? സാറേ എങ്കിലും ഒരു പൗരന്റെ ധർമ്മം എന്ന നിലയ്ക്ക് എനിക്ക് ഈ അവസരത്തിൽ പറയാൻ പാടില്ല. എന്നാൽ ഞാനൊന്ന് പറഞ്ഞു പോവാ. പറഞ്ഞു ചെറുതായിട്ട് ഞാൻ ഗുണദോഷിച്ചാലോ? നല്ല ഐഡിയ. ഗുണദോഷിച്ചോ? ഗുണദോഷിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും എനിക്ക് ഗുണം എന്തെങ്കിലും കെട്ടഴിച്ചു വിടാൻ നോക്കാം. പ്രോമിസ്? പ്രാമിസ്. ഓക്കെ. സുഹൃത്തെ, ഓ ദൈവം നിങ്ങൾക്ക് നല്ല രീതിയിൽ 2 കാലുകൾ തന്നിട്ടില്ലേ? 2 കൈകൾ തന്നിട്ടില്ലേ? 2 കണ്ണുകൾ തന്നിട്ടില്ലേ? എന്തെങ്കിലും കുറവ് നിങ്ങൾക്കുണ്ടോ? ഇല്ല. പിന്നെ എന്തിനാണ് സുഹൃത്തെ നിങ്ങൾ ആത്മഹത്യ ചെയ്യാൻ പോകുന്നത്? എടാ ഈ പറയുന്ന സാധനമൊക്കെ ദൈവം നിനക്ക് തന്നിട്ടില്ലേ? പിന്നെ നീ എന്തിനാണ് കട്ടും മോട്ടിച്ച് ജീവിക്കുന്ന? പോയി പണിയെടുത്തിട്ടാ പട്ടി. പിഴച്ച ചെറുക്കനെ ചാകാൻ വന്നവരാണ് പോയി ചാവട്ടെ. നീയല്ലേ ചെന്ന് കയറി കൊടുത്തത്? എടാ അവനവിടെ കിടന്ന് ചത്ത എന്റെ ജീവിതം പോകും. നീ ഒക്കട അവിടുന്ന് കെട്ടടിച്ചു വിടുവോ? കെട്ടഴിച്ചു വിടാം. അങ്ങനെയെങ്കിൽ ഒരു തവണയും കൂടി ഞാൻ ട്രൈ ചെയ്ത് നോക്കാം. സുഹൃത്തെ, നിങ്ങളുടെ വീട്ടിൽ ചെന്നില്ല, നിങ്ങളുടെ കുടുംബക്കാർ നിങ്ങളെ തിരക്കില്ലേ? ഇല്ല, ഞാൻ ഇന്ന് വരത്തില്ലെന്ന് പറഞ്ഞാ വീട്ടിൽ നിന്ന് പോകുന്നത്. നിനക്ക് ഇതിന് ദിവസക്കൂലിയാണോ അതോ മാസശമ്പളം? ഇങ്ങനെ അതല്ല ഞാൻ ചോദിച്ചത്. എടാ നിനക്കും ഇല്ലേ ജന്മം തന്നൊരു അച്ഛനും അമ്മയും ഉണ്ട്. അവരോട് ഉത്തരവാദിത്തം കാണിക്കേണ്ട കടമ നിനക്കുണ്ടോ? ഉണ്ടടാ. അങ്ങനെ ഒരു വ്യക്തി ഇങ്ങനെ കാണിക്കാൻ പാടില്ല. നീ ഒരു കാര്യം മനസ്സിലാക്കണം. കല്യാണപ്രായ പെങ്ങന്മാരും വല്ലതും ഉണ്ടോ? ഉണ്ട്. അങ്ങനെ ഓർമ്മത്തെ എനിക്ക് കെട്ടിച്ചു. അതിലും വേറെ അവരെ ആറ്റിലോട്ട് തരത്തില്ല. വേണ്ട, അവരെ കെട്ടിച്ചു വിടാണല്ലോ. വേണം. അതിന്റെ ഉത്തരവാദിത്തം ആർക്കാ ഉള്ളത്? എനിക്ക്. ആ ഉത്തരവാദിത്തമുള്ള നീ ചെയ്യേണ്ട പരിപാടിയാണോ നീ ഇവിടെ നിന്ന് കാണിക്കുന്നത്? അല്ല. അപ്പൊ നീ എന്ത് ചെയ്യണം? ജീവിച്ച് കാണിക്കണം. അതെ, നീ ഒരു പോരാളിയാണ്. അപ്പൊ നീ ജീവിച്ച് കാണിക്കണം. ഞാൻ ഇനി മരിക്കാൻ ശ്രമിക്കത്തില്ല. ഉറപ്പായിട്ടും മരിക്കാൻ ശ്രമിക്കത്തില്ല. ഉറപ്പായിട്ടും ഞാൻ എന്റെ വീട്ടിൽ അമ്മേനെ വിളിച്ചു പറയട്ടെ. കഷ്ടം. ഹലോ അമ്മേ, ഞാൻ ഇനി മരിക്കാൻ ശ്രമിക്കത്തില്ല. ഉറപ്പായിട്ടും എന്റെ കണ്ണ് ഉറപ്പിച്ചത് ഒരു പാവപ്പെട്ട കള്ളനും പിന്നെ ഹാഫ് അൽഫാം പോലെ ഇരിക്കുന്ന ഒരു സാറുമാണ്. സോറി, ഞാൻ അതുകൊണ്ട് അങ്ങോട്ട് വരുവാ. അവനെ രക്ഷിച്ചതുകൊണ്ടാണോ നീ കരയണത്? അതല്ല, എന്റെ മരണം ഞാൻ കാണുന്നുണ്ട്. എന്റെ മരണം എങ്ങനെ കാണുന്നുണ്ട്? എന്റെ മുമ്പിൽ കാലം വന്ന് നിൽക്കുന്നു. അത് ഞാനല്ലേ? താഴോട്ട് നോക്ക്, പാളകത്ത് കാല് കൊടുക്കി. ഇതാണ് നിന്നോടൊക്കെ പറയുന്നത്. ട്രാക്കിലൂടെ നടക്കുമ്പോ സൂക്ഷിച്ച് നടക്കും. ഇപ്പൊ അവിടുന്ന് ഒരു ട്രെയിൻ വരില്ലേ? പിന്നെ നമ്മളിനി എന്ത് ചെയ്യും? അതാ ചോദിക്കുന്നത്. ഞാനിപ്പോ എന്നാ ചെയ്യുമെന്ന് വെച്ചാൽ നിന്റെ വീട്ടിൽ നീ വിളിക്കണം. പെട്ടെന്ന് നീല ടാർപ്പേ കുറച്ച് ചുമന്ന കസേര അറേഞ്ച് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നല്ലൊരു കർമ്മിയും. അങ്ങനെയെങ്കിലേ സാറും സാറിന്റെ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു. കയ്യിലോട്ട് നോക്കി. നിങ്ങൾ തമ്മിൽ വല്ല കരച്ചിൽ മത്സരം ഉണ്ടോ? എടാ നിന്ന് നോക്കി നിൽക്കാതെ അടർത്തി മാറ്റാൻ ഇത് ക്രീം മണ്ണൊന്നും അല്ല. ഈ സമയത്ത് കോമഡി അടിക്കുന്നു. അതല്ല ഞാൻ പറയുന്നത്. നീ അവിടെ നിന്റെ കയ്യിൽ തുണി എന്തെങ്കിലും ഉണ്ടോ? അതെ, പച്ച തുണി എന്തെങ്കിലും ചുമ്മാ കയ്യിലടാ. അതെ, പച്ച എടുത്ത് വീശിട്ട് എടാ അവിടെ ഒരു ലിവർ ഉണ്ട്, അത് പോയി വലിക്ക്. ലിവറാ അവിടെ ഉണ്ടോ? ഞാൻ പോരാ. വലിച്ചൂരി വരുമോ? നീ എന്താണ് ഇങ്ങനെ കരയാതൊക്കെ നിൽക്കണത്? എനിക്ക് കരച്ചില് വരുന്നില്ല. അതെന്താ? ഏകദേശം മനസ്സിലായി നമ്മുടെ ഉറപ്പായെന്ന്. ആണല്ലേ? ഈ ലിവറാണോ? എന്നാ ഞാൻ വലിച്ച്
ഇല്ല ഇല്ല നമ്മൾ രക്ഷപ്പെട്ടു ഇനി ട്രാക്കിൽ കൂടെ നടക്കുമ്പോ സൂക്ഷിച്ച് നടക്കണം പോവാം. അല്ല ഞാൻ കാര്യം ചോദിച്ചോട്ടെ, ഇങ്ങനെ കടിച്ച ക്ലൈമാക്സിന് പഞ്ചാവോ? എടാ, രണ്ട് മനുഷ്യന്മാര് രക്ഷപ്പെട്ടതിൽ കൂടുതൽ എന്ത് പഞ്ചാടാ ഈ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഇതാണ് ഏറ്റവും വലിയ പഞ്ച്. നമ്മൾ രക്ഷപ്പെട്ടിരിക്കും. ചേട്ടാ, വിഷ്ണു അമൽ ബാസിൻ, ഞാൻ നിങ്ങളുടെ കഴിഞ്ഞ സ്കിറ്റിനെ കുറിച്ച് ആലോചിക്കുമായിരുന്നു. അയ്യോ, ഒരുപാട് ഗംഭീരമായിട്ടുള്ള, അറിയാമല്ലോ പറയാതെ തന്നെ, ഇത് എന്തോ എവിടെയോ നല്ല കണ്ടന്റാണ്, അത്യാവശ്യം നല്ല ത്രെഡ് ഉണ്ട്. പക്ഷെ ഇതൊന്നും നിങ്ങൾക്ക് പൊലിപ്പിക്കാനുള്ള സമയം കിട്ടാത്തതുകൊണ്ടാണോ? ഇതിന് പിന്നിൽ എന്താ സംഭവിച്ചത് വിഷ്ണു? സ്കിറ്റ് ഇന്നലെയാണെന്ന് കണ്ടന്റ് റെഡിയാക്കിയെന്ന് ലെവലാക്കിയത്. അപ്പോൾ ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് ചെയ്യേണ്ടി വന്നു എല്ലാ കാര്യങ്ങളും. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ നന്നായിട്ട് തന്നെ കളിച്ചിട്ടുണ്ട്. കാരണം ഇത് ഇച്ചിരി കുഴപ്പം പിടിച്ച ഒരു സ്കിറ്റാണ്. കാരണം ഇതിനകത്ത് ടൈമിങ് വേണം, പിന്നെ പ്രോപ്പർട്ടി ആയിട്ടുള്ള സിങ്ക് വേണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വെച്ചിട്ട് അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നിങ്ങൾ പണിയെടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഉറങ്ങാതെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടൊക്കെ ഉണ്ടാവണം. പിന്നെ ചില സമയത്ത് അങ്ങനെയാണ്, ചില ദിവസങ്ങൾ നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നമുക്ക് അനുകൂലമായി വരില്ല. പക്ഷേ നിങ്ങൾ തെളിയിച്ചത് കൊണ്ട് നമുക്കിത് പറയുമ്പോൾ നിങ്ങൾക്കും വിഷമം ഉണ്ടാവില്ല. കാരണം നമ്മൾ ആ ഒരു സ്കിറ്റ്, ഈ ഒരു സ്കിറ്റിനെയല്ലേ നമ്മൾ പറയുന്നത്, അതുകൊണ്ട് അങ്ങനെ കരുതാവുള്ളൂ. പക്ഷേ ഇത് പോരാ, കാരണം നമ്മൾ തകർത്തിട്ടുള്ള ടീമുകളാണ്. അതുകൊണ്ട് ഒന്നിനു മേളിൽ ഒന്നായിട്ട് തന്നെ നിൽക്കണം, അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 3 പേർക്ക് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. 3 പേരും നന്നായിട്ടാ. ഈ പറഞ്ഞ പോലെ തമാശ ഇത്തിരി കുറവുണ്ട്. കഴിഞ്ഞ പ്രകടനമൊക്കെ വെച്ച് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് തോന്നുന്നു ഭയങ്കരമായിട്ട് കൗണ്ടറുകളുടെ ബഹളം വരുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ ഇതിനകത്ത് കൗണ്ടറുകൾ വളരെ കുറവായിരുന്നു വേണമെങ്കിൽ പറയാം. നല്ല കണ്ടന്റ് ആയിരുന്നു. ആത്മഹത്യ ആണെങ്കിൽ തന്നെയും അതൊരു റെയിൽവേ ട്രാക്കിലാകുമ്പോൾ അത് വളരെ റയറായിട്ടാണ് എടുക്കണം അങ്ങനെ. പക്ഷെ അത് അതിനകത്ത് എനിക്ക് തോന്നുന്നു കുറേ ഹ്യൂമറുകൾ കൊണ്ടുവരാൻ പറ്റിയൊരു, നിങ്ങളുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ അല്ല ചെയ്യേണ്ടത്. എനിക്ക് തോന്നുന്നത് സമയക്കുറവും കാര്യങ്ങളും റിഹേഴ്സലിൻ്റെ കുറവൊക്കെ കൊണ്ടായിരിക്കും അങ്ങനെ. പിന്നെ എന്തായാലും പറഞ്ഞിട്ട് അല്ല, അജി പറഞ്ഞ പോലെ ഇത് ഇന്നത്തെ നമ്മുടെ ദിവസമല്ല എന്ന് മാത്രം കരുതിയാൽ മതി. അടുത്ത പ്രാവശ്യം ഗംഭീരമാക്കുക. ഓക്കെ, താങ്ക് യു ചേട്ടാ. നിങ്ങൾ വരുമ്പോൾ നമുക്കൊരു പ്രതീക്ഷയാണ്. അപ്പോൾ അതിനനുസരിച്ച് വർക്കൗട്ട് ചെയ്തെടുക്കാനായിട്ട് ഈ സ്കിറ്റ് പറ്റിയില്ല എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് തന്നെ അറിയാം. ഒരുപാട് പറഞ്ഞ് നമ്മൾ വെറുതെ അല്ലേ കാട് കയറണ്ടല്ലോ. സാരയില്ല, അടുത്ത പ്രാവശ്യം പിടിക്കാം. അതെ, പിടിക്കുമല്ലേ? പിടിക്കണം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു നസീർക്ക. മാർക്സിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ പ്രിയപ്പെട്ട വിഷ്ണുവിന്റെ ഫാമിലി വന്നിട്ടുണ്ട്. അവരെല്ലാരും നമുക്കൊന്ന് പരിചയപ്പെടാം. തീർച്ചയായിട്ടും. ഓക്കെ, ഒരുപാട് സ്നേഹത്തോടെ വിഷ്ണുവിന്റെ ഫാമിലി മെമ്പേഴ്സിനെ എല്ലാവരും ഇങ്ങോട്ടേക്ക് വിളിക്കുകയാണ്. നല്ലൊരു ഗൈഡ് കൊടുക്കുമോ? ഒരു നല്ല കൈഡി എല്ലാവർക്കും. ആരാ ഞങ്ങളൊന്ന് പരിചയപ്പെടുത്തി തരുമോ? ഇത് എന്റെ അമ്മയാണ്. നമസ്കാരം അമ്മ. അമ്മയുടെ പേര് പറയോ? സുധ. ഹൗസ് വൈഫ് ആണല്ലേ? ഇദ്ദേഹം? ഇതെന്റെ അനിയൻ വിഘ്നേഷ്. പുറത്ത് സൗദിയിലൊക്കെ ജോലി. സൗദിയിൽ ജോലിയാണ്. എന്താണ് വർക്ക് ചെയ്യുന്നത്? ഷെഫായിട്ട്. ഓ, അടിപൊളി. ഇതെന്റെ അനിയനാ. ഇതും അനിയനാ. അഖിനേഷ്. വിഘ്നേഷ്. അഖിനേഷ് എന്താ വർക്ക് ചെയ്യാൻ പഠിക്കും? ഹോട്ടൽ മാനേജ് പഠിക്കുക. എവിടെ? ഹോട്ടൽ മാനേജ്. ഓ, രണ്ടുപേരും ഹോട്ടൽ മാനേജ്മെന്റ് സൈഡാണ്. ഓക്കെ, ഇത് ഞങ്ങളുടെ എല്ലാം ഫ്രണ്ടാ. ആണോ? ഹായ് ബ്രദർ. ഹായ്. എന്താ പേര്? ഷാമോൻ. എന്താ ചെയ്യുന്നത്? ഞാൻ സൗദിയിലാണ്. നിങ്ങൾക്ക് 3 പേർക്കും കൂടി ഈ ഒരു ഫ്രണ്ടാണോ ചോദിക്കാനല്ല, അതൊരു നല്ലൊരു സൗഹൃദമുള്ളൂ. കാരണം ചേട്ടനെ ഒരു നമുക്കൊക്കെ അങ്ങനെയാണല്ലോ, ചേട്ടന്മാരുടെ ഒരു ഗേജില് ചേട്ടന്മാരുടെ അങ്ങനെയല്ലല്ലോ ഇത്. കോമൺ ആയിട്ട് 3 പേരുടെയും കൂടെ ഫ്രണ്ടാ. അതടിപൊളി. കോട്ടയത്ത് എവിടെയാ വീട്? നമ്മുടെ കൊടയംപിടിക്കൽ എവിടെയാ? നേരെ. പിന്നെ അല്ല, ഞാൻ കളിച്ചു വളർന്ന സ്ഥലം അതൊക്കെ. വിഷ്ണു എങ്ങനെയാ വീട്ടിൽ ഭയങ്കര തമാശാണോ? വിഷ്ണു അതെ ആണല്ലേ. അവൻ തന്നെ ഇത് എല്ലാം ഇറങ്ങി എല്ലാത്തിൻ്റെയും പുറകെ നടന്ന് സമ്മാനങ്ങളും എല്ലാം മേടിച്ച് പോകുന്നത്. അല്ല, ടി വിയിൽ മോനെ കാണുമ്പോ അമ്മയ്ക്ക് സന്തോഷം. ഞങ്ങൾ നേരത്തെ ഒരു സപ്പോർട്ടും ചെയ്തിട്ടും ഇല്ല. അപ്പൊ വീട്ടിൽ പറയാതെ ഇറങ്ങി പോന്നെങ്കിൽ അവന്റെ ഇഷ്ടത്തിനാണ്. അവന്റെ വല്യമ്മയെ കൊണ്ട് നടന്നതൊക്കെ എല്ലാം. അത് ശരി. ഇപ്പൊ സന്തോഷമല്ലേ? ഇപ്പൊ സന്തോഷം. അല്ല, മിടുക്കനാണ്, മികച്ച കലാകാരനാണ്. ഇവിടെ ചരിത്രങ്ങൾ രചിച്ചിട്ടുള്ള ആൾക്കാരാണ്. കോട്ടയംകാരെന്നുള്ള നിലയിൽ എനിക്ക് ഭയങ്കര അഭിമാനമാണ് നമ്മുടെ ഇവര് 3 പേരെ കുറിച്ച്. സന്തോഷമായിട്ടല്ലേ, ഞങ്ങൾ കണ്ടതിൽ വലിയ സന്തോഷം. അല്ല, അമ്മ അച്ഛൻ എന്ത് പനിയായിട്ടിരിക്കുക? പനിയുടെ ഒരു സമയമാണല്ലോ അല്ലേ? അച്ഛൻ എന്താ ജോലി? ഹോട്ടലായിരുന്നു. ഹോട്ടലായിരുന്നു. ഇപ്പൊ അതെല്ലാം നിർത്തി ഇപ്പൊ വീട്ടിൽ തന്നെ ജോലി. അതുകൊണ്ടാണ് 2 അനിയന്മാരും ഈ ഇത് പഠിച്ചല്ലേ. ഈ സൗദിയിലൊക്കെ കൂട്ടുകാരന്മാരുടെ കൂടെ ഇന്ന് ചേട്ടന്റെ പരിപാടി കാണാറുണ്ടോ? ഇവിടെ ഉള്ളവരൊക്കെ എന്നോട് എപ്പോഴും ചോദിക്കായിരുന്നു. നിൽക്കുമ്പോ ഈ കോട്ടയത്തെ ഇതൊക്കെ ചോദിക്കും. അപ്പൊ എന്റെ ചേട്ടനാന്ന് ആർക്കും അറിയത്തില്ല. അത് ശരി. ഞാൻ അന്നേരം പറയും എല്ലാരോടും എന്റെ ചേട്ടനാണ്.
അപ്പൊ എനിക്കൊരു അഭിമാനം ഉണ്ട് അവിടെ. ഓ എന്റെ പൊന്നെ. നാട്ടിലാണേലും നാട്ടുകാരെല്ലാം പറയും വിഷ്ണുവിന്റെ അനിയനല്ലേ എന്ന് എന്നോട് ചോദിക്കും. അതും എനിക്കൊരു സന്തോഷമാണ്. തന്നെയല്ല, നമ്മളൊരു സാധാരണ ഒരു ടീമിലെ ഒരു അംഗം അല്ലല്ലോ. കാരണം ഭയങ്കരമായിട്ട് നല്ല ടീമാണ് മൂന്നുപേരും. അതിൽ നന്നായിട്ട് നിൽക്കുന്ന ഒരു കലാകാരനാണ് വിഷ്ണു അല്ലേ? അപ്പൊ അതുകൊണ്ട് അഭിമാനം കൂടും നമുക്കല്ലേ? അതെ, ഇവരെ മൂന്നുപേരെ എനിക്ക് പണ്ട് തൊട്ട് അറിയാം. ഒത്തിരി കഷ്ടപ്പെടുന്നൊക്കെ ഞാൻ നേരിലും ഒത്തിരി കണ്ടിട്ടൊക്കെ ഉള്ളതാണ്. ഇവിടം വരെ എത്തി, സന്തോഷം. അടുത്ത കസിൻ പറയൂ. ഇവരൊക്കെ നമ്മൾ കുറെ കളിയാക്കിയും ഒക്കെ വിട്ടയാണ്. മീൻസ് നമ്മളെ ചേട്ടൻ നമ്മൾ കുറെ കളിയാക്കും, പക്ഷെ ഇപ്പൊ അതൊക്കെ മാറ്റാൻ തോന്നും. തമാശക്കല്ലേ? തമാശ കളിയാക്കുന്നു. അപ്പൊ അത് പ്രചോദനമായിട്ട് കൂടും. അതെ അതെ അതെ. കൊച്ചിലേക്കുള്ള ഒരു വെച്ച് കളിയാക്കുമായിരുന്നു അങ്ങനത്തെ. അല്ല, ഇപ്പൊ ഇവര് വിജയിച്ച് നിൽക്കുമ്പോ ഭയങ്കര അഭിമാനമല്ലേ? അത് കാരണമല്ല ഞാൻ ഇവിടെ വന്നിപ്പോ നിൽക്കുന്നത് തന്നെ. അതെ. അടിപൊളി. അവരുടെ ക്ലോസ് ഫ്രണ്ട് എന്താണ് പറയാനുള്ളത്? ഞങ്ങൾ ഇതൊന്നും പറയാത്തൊരു കാര്യം വിഷ്ണുവിനെ പറ്റി പറയാം. പക്രുചേട്ടനെയും നസീറിക്കയൊക്കെ പോലെ കോട്ടയം എന്നൊരു പേരിൽ ഇപ്പോൾ വിഷ്ണു അറിയപ്പെടുന്നതിനകത്ത് അതിയായ സന്തോഷം. ഇതേ കൂടുതൽ എന്താണ് വിഷ്ണു വേറെ എന്താണ് വിഷ്ണുവിന് കൊടുക്കാനുള്ളത് എനിക്ക്? അപ്പൊ ഒത്തിരി സന്തോഷം. ഒരു വലിയ കൈയ്യടി കൊടുക്കുക എല്ലാവർക്കും. എല്ലാവരും പരിചയപ്പെടുത്തുക. ഒത്തിരി സന്തോഷം. ഇനി ഇവർക്ക് മാർക്ക് കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട്. അപ്പൊ കാണാം അമ്മ കേട്ടോ. ശരി. അപ്പൊ ഐശ്വര്യമായിട്ട് നമുക്ക് ആ ചടങ്ങിലേക്ക് കിടക്കാം. മാർക്ക് അങ്ങോട്ട് കൊടുക്കുക. ഞാനൊരു 7000 രൂപ കൊടുക്കാം. 7000 രൂപ. പക്രുചേട്ടാ? ഞാനൊരു 8000 രൂപ. 15000 രൂപയായിട്ടുണ്ട്. ബാക്കി താണ്ട. ടോട്ടൽ 20000 രൂപ. നമ്മുടെ എമൗണ്ട് അല്ല, അടുത്തതില് നമ്മൾ ഉഷാറായിട്ട് തിരിച്ചു വരുന്നതായിരിക്കും. ഓക്കെ. നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് തൽക്കാലം മൈൻഡ് അപ്പ് ചെയ്ത് പോവാണ്. ഇതിൽ കൂടുതൽ ഊർജ്ജസ്വലരായി നമ്മൾ അടുത്ത ദിവസം ചിരിക്കാൻ വരുന്നതായിരിക്കും. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഗുഡ് നൈറ്റ്.